വേറെ ഏത് ഓഫീസർക്കും ഡെലിഗേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 5(2) പ്രകാരം ഡെലിഗേറ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. അത് ഒരു പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കോ അങ്ങനെ ഉള്ളവർക്ക് പോലും അത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഗവൺമെന്റിന്റെ ഈ അനാസ്ഥ. ഈ അനാസ്ഥ ജനങ്ങളുടെ ജീവൻ തന്നെ ഒരു പേടിയായി മാറിയിരിക്കുകയാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. ആ ഏതൊരു മൗലികാവകാശത്തെ ലംഘിക്കുന്ന ഏതു നടപടിയും അത് അസാധുവും അത് റദ്ദാക്കപ്പെടേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അതിന് പല വ്യാഖ്യാനങ്ങളും സുപ്രീം കോടതി കാലാക്രമങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ഹാവ് എ മീനിങ് ഫുൾ ലൈഫ്, അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുന്നതിനു വേണ്ടി ആയിരിക്കണം എന്നും അതിപ്പോൾ വന്ന് രാത്രിയിൽ സ്വൈര്യമായി ഉറങ്ങുന്നതിനുള്ള ഒരു അവകാശവും ഈ മൗലികാവകാശം 21-ാം വകുപ്പ് പ്രകാരം ഉണ്ട് എന്ന് കോടതികൾ പോലും വ്യാഖ്യാനിച്ചു വച്ചിരിക്കുകയാണ്. അതായത് രാത്രിയിൽ സ്വൈര്യമായി ഉറങ്ങുന്നതിനുള്ള മൗലികാവകാശം സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 മണി കഴിഞ്ഞ് വിദ്യാർത്ഥികളും തൊഴിലാളികളും പണി ചെയ്ത് ക്ഷീണിതരായി വന്ന് കിടന്നുറങ്ങുമ്പോൾ ശല്യമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ 10 മണി കഴിഞ്ഞും 11 മണി കഴിഞ്ഞും മൈക്കുകളുടെ ഉപയോഗം പോലും നിയന്ത്രിച്ചിരിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഈ സർക്കാർ അത് നടപടി എടുക്കുന്നു. ഞങ്ങൾക്ക് ചില സജഷൻസ് ഉണ്ട്, UDFന് ചില സജഷൻസ് ഉണ്ട്. ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം? അത് വന്നുള്ളത് നേരത്തെ പറഞ്ഞതിനുള്ളത് പോലെ സോളാർ പവർ ഫെൻസിങ് അത് പൂർണ്ണമാക്കുന്നതിന് വേണ്ടി സർക്കാർ നടപടിയെടുക്കണം. അതുപോലെ ആന മതിലുകൾ കെട്ടി ഈ സംരക്ഷണം ജനങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ആനിമൽ പ്രൂഫ് ട്രെഞ്ചുകൾ, ഏറ്റവും കൂടുതൽ അപായമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആനിമൽ പ്രൂഫ് ട്രെഞ്ചുകൾ നിർമ്മിക്കണം. ഇതിനെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് ഫണ്ട്, നബാർഡിന്റെ ഫണ്ടുകളൊക്കെ ഉണ്ട്. കടുവ അതിന്റെ എണ്ണം കൂടുമ്പോഴാണ് പുറത്ത് പറയാനുള്ള ചില കാരണങ്ങൾ. ഒരു വന്യജീവിക്ക് കടുവ, ആന മുതലായവർക്ക് ഇത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ഓരോ കടുവയ്ക്കും പറഞ്ഞിട്ടുള്ളത്. 2006 കേരളത്തിലെ വനങ്ങളിൽ 46 കടുവകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 213 കടുവകളായി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ അറിയുന്നുണ്ടായി. ഈ വനവികസനത്തിനും വന്യമൃഗ സംരക്ഷണത്തിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കോടികൾ പണം കൊടുക്കുന്നുണ്ട്. NGOമാരുടെ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പണം കിട്ടുന്നതിനു വേണ്ടി ആണ് ഈ വന്യമൃഗങ്ങൾ വർദ്ധിച്ചാൽ പോലും അതിന്റെ വർധനവ് തടയാതിരിക്കുന്നത്. ഓസ്ട്രേലിയ മുതലായുള്ള രാജ്യങ്ങളിൽ പോലും അവർ പ്രിയങ്കരമായി കാണുന്ന ജീവികളെ ഇത്ര തവണയിൽ കൂടുതൽ വർദ്ധിച്ചാൽ അവർ കൊന്നുകളയുകയാണ്. അങ്ങനെയുള്ള അന്തർദേശീയ രംഗത്ത് പോലും അങ്ങനെ ഒരു തത്വം പാലിക്കുന്നുണ്ട്. പക്ഷെ ഈ സർക്കാർ അതൊന്നും പാലിക്കുന്നില്ല. പിന്നെ ആനകൾ ഇറങ്ങുന്നതിനുള്ള ഒരു കാരണങ്ങളും പറയുന്നത് ആനയ്ക്ക് വനത്തിലുള്ള ഈ ജലം കിട്ടുന്നതിനും അതുപോലെ തന്നെ ഭക്ഷണം തേടിയുള്ള ഇറക്കം കൂടിയാണ്. അതുകൊണ്ട് അതിന് വനങ്ങളിൽ ആനയ്ക്ക് മറ്റും ഭക്ഷണമായിട്ടുള്ള മുളകള്, ഈറ്റകൾ കൂടുതൽ വളർത്തി, അതുപോലെ തന്നെ തടയണകൾ സൃഷ്ടിച്ച് ജലാശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജലത്തിനും ഭക്ഷണത്തിനും വേണ്ടി വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കുന്നതിനുള്ള സംവിധാനം ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ
ഒരു സംവിധാനം, അലർട്ട് സംവിധാനം ഉണ്ടാകണം. ആ അലർട്ട് സംവിധാനത്തില് ജനങ്ങള്, പൗരപ്രമുഖര്, പഞ്ചായത്ത് അംഗങ്ങള് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തി ഫോറസ്റ്റ് നേതാക്കന്മാർ ഒരു വാട്സപ്പ് സംവിധാനത്തിലൂടെ ഒരു കടുവകളുടെ സാമീപ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തുകൊണ്ട് അലർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടേൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ജാഥയുടെ ഉദ്ദേശം ഞാൻ സൂചിപ്പിച്ച പോലെ ഈ വന്യമൃഗ മനുഷ്യ സമ്പർക്കം അവസാനിപ്പിക്കാൻ എന്തെല്ലാം കാരണങ്ങൾ ചെയ്യണം എന്നുകൂടിയുള്ള നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കുകയാണ് ഓരോ പ്രദേശത്തു നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട്. നേതാക്കന്മാർ പലരും ഇവിടെ പ്രസംഗിക്കാനുണ്ട്, ഞാനുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥയ്ക്ക് JSSന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ UDF നേതാക്കന്മാര് സംസാരിക്കാനുണ്ട്. ബഹുമാനായ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയും അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് ഒന്ന് കൊട്ടിയൂര് കൂടി പരിപാടി ഉള്ളതുകൊണ്ട് നല്ല വെയിലിന്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര നേതാക്കന്മാർ നേരത്തെ പ്രസംഗിക്കും. ഞാൻ UDF കൺവീനറെ തന്നെ ക്ഷണിക്കും, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ കല്ലായി, മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് സംസാരിക്കും. UDFന്റെ സമന്വിത നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ കാലിക പ്രസക്തമായതും വളരെ അനിവാര്യവുമായ ചില ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാൻ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഭയപ്പെട്ട് ജീവിക്കുന്ന ലക്ഷങ്ങളുടെ വികാരമാണ് ഈ ജാഥ ഏറ്റെടുക്കുന്നത്. ജനവാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉള്ള വനപ്രദേശങ്ങളിൽ നിന്ന് ഏത് നിമിഷവും കാട്ടുമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്നു ജനങ്ങളെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ആളുകളെ വകവരുത്തുകയും ഏറ്റവും ഒടുവിൽ നമ്മുടെ ജാഥ ആരംഭിക്കുന്ന ദിവസം കൊന്നു തിന്നുകഴിഞ്ഞു. ഇതിന് പരിഹാരം കാണേണ്ടത് ഗവൺമെന്റാണ്. ഈ സംസ്ഥാനത്തുള്ള വളരെ അനിവാര്യമായ ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നിനു പോലും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലാത്ത നേട്ടങ്ങളുടെ കാര്യത്തിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന പിണറായി സർക്കാർ ഈ രംഗത്തും അതിദയനീയമായ പരാജയമാണ് എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. സത്യത്തിൽ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുമുള്ള പ്രാഥമികമായ ബാധ്യതയാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് നിർവഹിക്കേണ്ടത്. ഗവൺമെന്റിൽ നിന്ന് ആദ്യമായി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സുസ്ഥിരമായി ജീവിക്കാനുള്ള അവകാശമാണ്.
അത് നൽകുന്നതിൽ പിണറായി സർക്കാർ പരിപൂർണമായും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രംഗത്ത് ചില അനിവാര്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നമ്മുടെ ജാഥ ഇവിടെ എന്റെ മുമ്പ് പ്രസംഗിച്ച പ്രാസംഗികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ജാഥ ആരംഭിക്കുമ്പോൾ തന്നെ വളരെ വിചിത്രമായ ഒരു നിയമം ഗവൺമെന്റിന് പിൻവലിക്കേണ്ടി വന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ജാഥയിലൂടെ നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ തിമിരം കൊണ്ട് അന്ധതയും കേവലം അധികാര ദുർമോഹം കൊണ്ട് ഭദ്രതയും ബാധിച്ചു പോയ ഗവൺമെന്റ് ഇതവർക്ക് കേൾക്കുവാനും കാണുവാനും കഴിയാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റി കാട്ടുജീവികളുടെ അക്രമത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ഏതൊരു കാട്ടുജീവിയുടെ മാതിരി തന്നെയുള്ള ഗവൺമെന്റിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ഗവൺമെന്റും ഏകദേശം ഒരു കാട്ടുജീവികളുടെ കോലത്തിലാണ് പെരുമാറുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ അന്ധതയും ഭദ്രതയും ബാധിച്ചു പോയ ഗവൺമെന്റാണ് ഈ രാജ്യത്തുള്ളത്, ഈ സംസ്ഥാനത്തുള്ളത്. കേന്ദ്രത്തിലായിരുന്നാലും ശരി, കേരളത്തിലായിരുന്നാലും ശരി, ജനങ്ങളുടെ വികാരം ചവിട്ടി മെതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഫാഷിസ്റ്റ് സർക്കാരുകൾക്കെതിരായുള്ള ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ആവശ്യമാണ്. ശാശ്വതമായി പരിഹാരമുണ്ടാക്കാൻ ഈ വർഗവഞ്ചക പരീക്ഷകളെ താഴെ ഇറക്കുക എന്ന് മാത്രമാണ് ആത്യന്തികമായി നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഗവൺമെന്റിൽ നിന്ന് നമ്മൾ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. പൂർണ്ണമായും അവർ ജനകീയ പ്രശ്നങ്ങളെ അവജ്ഞയോട് അവഗണിക്കുക എന്നത് അവരുടെ വർഗ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ആ നിലക്ക് ജനവികാരം ചവിട്ടി മെതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ വർഗവഞ്ചക പരീക്ഷകളെ പാഠം പഠിപ്പിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തി ജനവികാരത്തിന്റെ മുമ്പിൽ അവരെ മുട്ട് മടക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ ജാഗ്രത പുലർത്തണമെന്നാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് നേതാക്കന്മാർ നിങ്ങളെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കാനുണ്ട്. ഇത് കഴിഞ്ഞ് കൊട്ടിയൂരും ഒരു സ്വീകരണ പരിപാടി നടക്കാനുണ്ട്. അതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ ജാഥയെയും ജാഥ നായകന്മാരെയും ജാഥ സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥക്ക് ഒന്നുകൂടി പാർട്ടിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്. ബഹുമാന്യരെ, ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സമരജാഥ, മലയോര സമരജാഥ ഇവിടെ എത്തിച്ചേരും. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കീഴ്പള്ളി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ആനയിച്ചുകൊണ്ടാണ് ഈ സ്വീകരണ വേദിയിലേക്ക് കടന്നു വരുന്നത്. ആ നിൽക്കുന്ന ആളുകളും അതിന്റെ സമീപത്തുള്ള ഈ കമാനത്തിന്റെ സമീപത്തുള്ള ആളുകൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ടൗണിന്റെ പരിസരത്തേക്ക് നീങ്ങി അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഈ വേദിയിലേക്ക് കടന്നു വരണം. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട UDF കൺവീനർ ശ്രീ MM ഹസൻ, UDF മറ്റു നേതാക്കളെ, ഈ സംസ്ഥാനത്തെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഭീതിയിലാണ്. ഈ ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര.
ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരു ഘട്ടത്തിലാണ് UDF ഈ ഒരു യാത്രയുമായി പുറപ്പെടുന്നത്. വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും ബഫർ സോൺ വിഷയത്തിലും പരിഹാരം കാണുക എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്രയ്ക്ക് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയ നാൾ മുതൽ വളരെയധികം മലയോര മേഖലയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ സ്വാഗതാർഹമാണ്. 1000-ലധികം മനുഷ്യജീവനുകളാണ് വന്യജീവികൾക്ക് ഇതിനോടകം ഇരയായത്. ഏക്കറക്കണക്കിന് കൃഷിയിടങ്ങൾ വന്യജീവികൾ ആക്രമിച്ചുകൊണ്ട് കൃഷി സ്ഥലങ്ങളല്ലാതെയാക്കിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷി നാശങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണുക, അതല്ല എന്നുണ്ടെങ്കിൽ UDFന്റെ സംവിധാനത്തിൽ ഇതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കേരള പ്രവാസി അസോസിയേഷൻ KP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആശംസകളും ഈ യാത്രയ്ക്ക് അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടകനായ മുൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേർന്നതിനാൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. കേരള കോൺഗ്രസിന്റെ നേതാവും PJ ജോസഫിന്റെ മകനുമായ ബഹുമാന്യ ശ്രീ അബു ജോസഫ്. വേദിയിലുള്ള അക്ഷരാധിപത്യ മുന്നണി കൺവീനർ ശ്രീ MM ഹസൻ, ബഹുമാനരായ മുന്നണി നേതാക്കന്മാരെ, ഈ മുന്നണിയുടെ കരുത്തും വീര്യവുമായ പ്രിയ സഹപ്രവർത്തകരെ, ഇന്ന് നമ്മൾ ബഹുമാനനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു മലയോര സമര യാത്ര തുടങ്ങുകയാണ്. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുമാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന നിയോജക മണ്ഡലമാണ് PJ ജോസഫ് മത്സരിച്ച് MLA ആയിട്ട് ദീർഘനാളായിട്ടിരിക്കുന്ന മണ്ഡലം. ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ട വണ്ണപ്പുറം എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ പത്രത്തിൽ വായിച്ചു കാണും. അമർ ഇലാഹി എന്ന ഒരു ചെറുപ്പക്കാരൻ, കേവലം 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, വീട്ടില് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശു കയറഴിഞ്ഞ് അവിടെ അടുത്തുള്ള തേക്കിൻ കൂപ്പിലേക്ക് കയറിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ ആ പശുവിനെ അന്വേഷിച്ചു പോയ ശ്രീ അമർ ഇലാഹി അദ്ദേഹത്തിന്റെ കൂടെ ഒരു മൻസൂർ സുഹൃത്തും അതിദാരുണമായ രീതിയിൽ ഒരു ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുകയുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഇത് സംഭവിച്ചത്. അദ്ദേഹം അവിടുത്തെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായിരുന്നു. അവിടെയുള്ള ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട തുടർ നടപടികൾക്ക് MLA കൂടെയായ PJ ജോസഫ് എല്ലാം ഇടപെട്ട് ജില്ലാ കളക്ടറെയും വനം വകുപ്പ് മന്ത്രിയും ഒക്കെ വിളിച്ചു പറഞ്ഞ് ആ കുടുംബത്തിന് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിശ്ചയിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു 6, 6:30, 7 മണിയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവുമില്ല. സാധാരണഗതിയിൽ ഇതുപോലൊരു ദുരന്തം നടന്നാൽ അപ്പോൾ തന്നെ ആ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിനോ ഒരു അപകടം നടന്നാൽ സർക്കാർ സാധാരണഗതിയിൽ പ്രഖ്യാപിക്കുന്നതാണ് ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കുക എന്നുള്ളതൊരു തികച്ചും മനുഷ്യത്വപരമായ ഒരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടോ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ മുതിർന്നില്ല. അന്ന് ഞങ്ങളുടെ എല്ലാം MP ആയ ഇടുക്കി MP ആയ DN കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ആ തൊടുപുഴ ആശുപത്രിയുടെ മുൻപില് ഐക്യജനാധിപത്യ മുന്നണികൾ ഞാനും ഉണ്ടായിരുന്നു. അവിടെ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തി. 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, രാത്രി 10 മണിയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നീക്കമൊന്നുമില്ല. നമുക്കറിയാം അന്ന് ഒരു വന നിയമത്തിന്റെ കരട് വിജ്ഞാപനം ഇവര് ഇറക്കി വെച്ചിരിക്കുന്ന സമയമാണ്.
അന്ന് സർക്കാരും ഉദ്യോഗസ്ഥരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണമെന്ന് മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു. വനത്തിൽ അതിക്രമിച്ച കായുകൊണ്ട് ഈ ഇലാഹിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എന്നില്ല എന്ന രീതിയിലേക്ക് അവിടെ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമരം വീണ്ടും രൂക്ഷമായി. അവിടെ ഇടതുപക്ഷ പ്രവർത്തകർ കുറച്ചുപേരെ കടന്നു വന്ന് അവിടെ അലമുണ്ടാക്കാൻ ശ്രമിച്ചു. ഐക്യനാഥി മുന്നണിയിൽ മര്യാദയോടെ അവിടെ ഇരുന്ന് സമചിത്ര പാലിച്ച് അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഒരു പോമടിയുമില്ലാതെ ഗത്യന്തരമില്ലാതെ അവിടുത്തെ DFOയും ജില്ലാ കളക്ടറും അവിടെ വന്നിട്ട് 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതിനു ശേഷമാണ് അവിടെ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുവാനും കൊടുത്തുവിടുവാനും നമ്മൾ തയ്യാറായത്. അന്നൊരു പക്ഷേ അന്ന് ആ സമരം അന്ന് അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ പറഞ്ഞേനെ പിന്നീട് ആലോചിക്കാം. കാരണം 3-4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജനങ്ങൾ ഇതെല്ലാം മറന്നുപോകും. അന്ന് അതിനുശേഷം ആണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ വന നിയമത്തിനും വന്യമൃഗ ആക്രമണത്തിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വന്നിരുന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഞങ്ങൾ ആ വന നിയമം പിൻവലിക്കുകയാണ്. അദ്ദേഹം കാരണം പറഞ്ഞു. കാരണം ഇതിൽ ജനദ്രോഹപരമായ കർഷക ദ്രോഹപരമായ കാര്യങ്ങളുണ്ട്. ആ മുഖ്യമന്ത്രിയോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ ക്യാബിനറ്റ് എല്ലാവരും കൂടെ കൂടിയിരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കൂടിയിരുന്ന് ഈ നിയമം അവരവിടെ നിന്ന് ചാർട്ട് ചെയ്തപ്പോ ആ ക്യാബിനറ്റിൽ വെച്ചത് പാസ്സാക്കിയപ്പോൾ അന്ന് അതിൽ ജനദ്രോഹ നടപടികൾ ഒന്നുമില്ലായിരുന്നു. ഇവർക്ക് അറിഞ്ഞുകൊണ്ട് എടുത്തൊരു തീരുമാനം ഇവിടെ ജനരോഷം ആളിക്കത്തിയപ്പോൾ പിൻവലിക്കാൻ വേണ്ടി അവർ നിർബന്ധിതരായി എന്നുള്ളതാണ് സത്യം. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. ദൗർഭാഗ്യകരമാണ്. വയനാട് ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. തൊട്ടുപുറകെ വനം മന്ത്രിയുടെ പ്രസ്താവന, കടുവ ആക്രമിച്ചത് വനത്തിനുള്ളിൽ വെച്ചാണ്. നാട്ടുകാർ ഇളകി. മന്ത്രി അവിടെ വന്നപ്പോ മന്ത്രിയെ തടഞ്ഞു, അകത്തോട്ട് കയറ്റിവിട്ടില്ല. മന്ത്രി പ്രസ്താവന പിൻവലിക്കാതെ കയറ്റിവിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രിയുടെ വിശദീകരണമാണ് എന്നെ മാധ്യമപ്രവർത്തകർ പറഞ്ഞ് തെറ്റിദ്ധരിച്ചതാണ്. മാധ്യമപ്രവർത്തകർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. വനം മന്ത്രിയാണ്. വനം മന്ത്രിയോട് വനം ഉദ്യോഗസ്ഥരല്ലേ പറയേണ്ടത് ഈ കടുവ എവിടെ വന്നാണ് ആക്രമിച്ചത്? ഒന്നുകിൽ ആ വനം മന്ത്രിക്ക് വനവുമായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ വകവയ്ക്കുന്നില്ല. ഈ കടുകാര്യസ്ഥതയും ഈ പറയുന്ന കുത്തഴിഞ്ഞ ഒരു ഭരണവും ഇതിനെതിരെയാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഗത്യന്തരമില്ലാതെയാണ് ഈ നാട്ടിലെ നാട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭയിൽ കയറിയവര് ഇന്ന് അതിനെക്കുറിച്ച് ചെറുവിരൽ പോലും അനക്കാത്ത ഈ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി, കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബഫർ സോണ് നമ്മുടെ ഏവരെയും എന്ന് പറയുന്ന അലട്ടുന്ന ഒരു വലിയ വിഷയമാണ്. എന്താണ് ഈ ബഫർ സോൺ? ഇവർ പറയുന്നു കാടിന്റെ ചില മേഖലയിൽ 1 കിലോമീറ്റർ, ചിലപ്പോൾ 10 കിലോമീറ്റർ വരെ ദൂരത്തില്ല ഉള്ള മേഖലകൾ ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുക. വനം തീർച്ചയായിട്ടും വനം സംരക്ഷിക്കപ്പെടണം, വന്യജീവികളും സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഏതൊരു നിയമവും നമ്മൾ കൊണ്ടുവന്നാൽ അതിന്റെ പ്രഥമ പരിഗണന ഈ നാട്ടിലെ ജനങ്ങൾക്കായിരിക്കണം. പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നിയമമുണ്ടാക്കിയാൽ ആദ്യമേ നിങ്ങളുടെ മനസ്സിൽ വരണ്ടാവോ മുഖമെന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ദരിദ്ര നാരായണന്മാരുടേതാണ്. ഇല്ലെങ്കിൽ ആ നിയമം വലിച്ചെറിഞ്ഞ് ചവിട്ടുകൊട്ടിൽ കൊണ്ട് കളയൂ. ഇവിടുത്തെ സാധാരണക്കാരെ സ്പർശിക്കാത്ത ഒരു നിയമം കൊണ്ട് ആർക്കെന്ത് ഛേദം, ആർക്കെന്ത് ഗുണം? വനം നിയമം വേണം, മൃഗങ്ങളും വേണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ സൗകര്യമായി ജീവിക്കാനുള്ള അവകാശം വേണം. അത് ഭരണഘടനാപരമായ നമ്മുടെ അവകാശമാണ്. ഈ അവകാശത്തിന് വേണ്ടിയാണ് ഇന്ന് കർഷകരും കർഷക തൊഴിലാളികളും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ ഒപ്പം നിന്ന് ഇന്ന് ഇവിടുത്തെ തടിച്ചു കൂടിക്കുന്ന ജനങ്ങളെല്ലാം ഈ ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങൾ പിറന്നു വീണ നാട്ടിൽ ജീവിക്കുവാനുള്ള അവകാശം ലംഘിക്കപ്പെടാൻ പാടില്ല. ഞാനൊരു വളരെ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല, ഇവിടെ പല നേതാക്കന്മാരും ഇവിടെ പ്രസംഗിക്കാനുമുണ്ട്. പക്ഷേ ഇനിയൊരു തുടർഭരണം താങ്ങുവാനുള്ള കെൽപ്പ് നമ്മുടെ സംസ്ഥാനത്തിനില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാകേണ്ടത് നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കാണ്.
ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ഒരു കിരാത ഭരണം കാഴ്ചവെക്കുന്ന കെടുകാര്യസ്ഥതയുടെയും എന്ന് പറയുന്ന വിവരമില്ലായ്മയുടെയും ഇൻഎഫിഷ്യൻസിയുടെ ഉത്തമ ഉദാഹരണമായ ആ ഭാരം മുഴുവൻ സാധാരണക്കാരന്റെ ചുമലില് നികുതിയായും ചുങ്കമായും ഒക്കെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നിടം വരെ സന്ധിയില്ലാ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെയും കർഷകരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി എന്നും അവരോടൊപ്പം ഉണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. CMBയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ CP ജോൺ. പ്രിയപ്പെട്ട അധ്യക്ഷൻ മാത്യു, UDFന്റെ കൺവീനർ ബഹുമാനായ ഹസൻ, ഇവിടെ സംസാരിച്ച കക്ഷി നേതാക്കളെ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇതിൽ പുതിയ ഒരു പ്രസംഗം നമ്മളിപ്പോ അപ്പുവിന്റെ കേട്ട് കഴിഞ്ഞു. സ്വാഗതത്തിൽ അദ്ദേഹത്തെ പരാമർശിച്ച് കാണുമെങ്കിലും നമ്മുടെ പ്രിയങ്കരനായ നേതാവ് PJ ജോസഫിന്റെ മകൻ അപ്പു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. എന്തായാലും ഇന്ന് വീണ്ടും നമ്മൾ ഈ ജാഥ ആരംഭിക്കുന്നു. മിനിഞ്ഞാന്ന് KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത ജാഥ ഇന്ന് നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഒട്ടും ആഹ്ലാദകരമായ ഒരു അനുഭവങ്ങളിലൂടെയല്ല നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ദിവസവും എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നലെ ഒരു ഹോട്ടൽ മുറിയിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞത് 4 ചെറുപ്പക്കാർ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. അതും ഇതുമായി ബന്ധമില്ല എങ്കിൽ പോലും അവിചാരിതമായ മരണങ്ങൾ, കൂട്ടമരണങ്ങൾ നാട്ടിലുടനീളം നടക്കുകയാണ്. മൃഗങ്ങൾ ആക്രമിച്ച് മനുഷ്യർ കൊല്ലപ്പെടുന്നു. പ്രകൃതി ദുരന്തം വയനാട്ടിൽ, എന്തിന് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, അവിടെയെല്ലാം നൂറുകണക്കിന് ആളുകൾ മരിച്ചു. മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ മുഴുവൻ വീണ്ടെടുക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല. അതിൽ നിന്നെല്ലാം പതുക്കെ നമ്മൾ ഒന്ന് മോചിതരായി എന്ന് തോന്നുന്നതിനിടയിലാണ് കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ ജീവിതം തന്നെ ദുസ്സഹമായി തീർക്കുന്ന, വളരെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയാമെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മൃഗശല്യം ഇന്ന് രൂക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം നല്ലതാണ് ഒരവസരം വരെ. അധികമായാൽ അമൃതും വിഷം എന്നാണ് നമ്മുടെ പഴമൊഴി. നമ്മളാരും വന്യമൃഗങ്ങൾക്കോ മൃഗങ്ങൾക്കോ വനങ്ങൾക്കോ ഒന്നും എതിരല്ല. നമുക്കിത് പരിഹരിക്കുന്നതിന് വേണ്ടി വനങ്ങളെല്ലാം വെട്ടിത്തെളിക്കുകയും വനങ്ങളിലും വനങ്ങൾക്ക് പുറത്തുമുള്ള എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യാം എന്നൊരു പരിഹാര മാർഗമില്ല. പക്ഷെ ഒരു ഗവൺമെന്റ് ചിന്തിക്കണം, എങ്ങനെയാണ് വനങ്ങൾ നിലനിൽക്കണം, അതേപോലെ വനങ്ങൾക്കകത്ത് മൃഗങ്ങൾ അവരുടെ ജീവിതം നയിക്കട്ടെ, നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ മനുഷ്യർക്ക് പ്രയോജനകരമായ തരത്തിലുള്ള വനങ്ങളും മനുഷ്യർക്ക് ഉപദ്രവമല്ലാത്ത മൃഗസമ്പത്തും ഇത് നിലനിർത്തുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ കടുവ പിടിച്ചു തിന്നു എന്ന് കേട്ടപ്പോൾ പാട്ട് പാടിയ
വിവരദോഷികളായ മന്ത്രിമാര് ഭരിക്കുമ്പോൾ ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോ വീണ വായിച്ചു എന്നേ കേട്ടിട്ടുള്ളൂ. ഇവിടെ മന്ത്രിമാര് ഒരു സ്ത്രീയെ കടുവ പിടിച്ചു കൊന്നു എന്നുള്ളതല്ല, കടുവ പിടിച്ച് കൊന്നു തിന്നു എന്ന് കേട്ടപ്പോൾ പാടാൻ തോന്നിയത് ഇതൊരു ജാഗ്രത കുറവായി എന്നാണ് ഇപ്പൊ ശശീന്ദ്രൻ പറയുന്നത്. ഡാൻസ് ചെയ്യാൻ തോന്നാനത് ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്കിതിനു വേണ്ടി ഇനി പറയാൻ ഒഴുക്കാൻ കണ്ണുനീരില്ല, പറയാൻ വാക്കുകളില്ല. നമ്മൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അസംബ്ലിയിൽ നമ്മുടെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഇവിടെ MLA-മാരുണ്ട്. അവരെല്ലാം വളരെ ശക്തമായിട്ട് വർത്തമാനം പറഞ്ഞു. പക്ഷെ അതൊക്കെ ബധിരകർണങ്ങളിലാണ് പതിക്കുന്നത്. റോജിയുടെ അവിടെ എറണാകുളം ജില്ലയിൽ ആലുവയിലൊന്നും അങ്ങനെ പുലികള് അല്ല, അങ്കമാലിയുണ്ട്. അങ്കമാലിയിൽ മൃഗങ്ങൾ മലയാറ്റൂർ വനമേഖലയാണ്. ആലുവയിലേക്ക് അങ്ങനെ വനങ്ങൾ വ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടേക്കും വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അൻവർ സാദത്തിനെ പേടിച്ചിട്ടായിരിക്കണം അവിടെ ഇതുവരെ കടുവകളൊന്നും ഇതുവരെ വന്നതായിട്ട് ഉണ്ട്. അത് മതി. അതേപോലെ തന്നെ കോവളത്തും വലിയ പുലികൾ ഇറങ്ങിയതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതൊരു ചെറിയ വിഷയമല്ല. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഞാൻ വലിയൊരു പ്രസംഗമൊന്നും ചെയ്യുന്നില്ല. നിങ്ങളെല്ലാം ഇത് അനുഭവിക്കുന്നുണ്ട്. എന്നോട് മാത്യു പറഞ്ഞത് ഇവിടെ 6 പേര് കൊല്ലപ്പെട്ടു അല്ലേ മാത്യു? 6 പേര് ഈ പഞ്ചായത്തിൽ, 12 പേര് ഇതിന് ചുറ്റുമായിട്ടുള്ള പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ദുരന്ത ബാധിത മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്നുള്ള അക്രമങ്ങളാൽ ഉണ്ടായ ദുരന്തം ഒരു വീടിന് സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ ഒരു വളരെ കൃത്യമായ ഒരു ടോൺ ഈ ജാഥയുടെ സന്ദേശമായി സെറ്റ് ചെയ്തത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത്, ലോകത്തെ ഏത് ഭരണഘടനയുടെയും അന്തസത്ത എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്ന ഭരണകൂടത്തിന്റെ വാഗ്ദാന പത്രമാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന. ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ ജീവിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയൻ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മരക്ഷാർത്ഥം പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മുടെ ശിക്ഷാ നിയമങ്ങൾ തന്നെ നൽകുന്നുണ്ട്. ഭരണഘടന മാത്രമല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 96 മുതൽ 106 വരെയുള്ള വകുപ്പിൽ, IPC-യുടെ 96 തൊട്ട് 106 വരെ ഇപ്പോ വകുപ്പുകളൊക്കെ കശക്കിയിട്ടുണ്ട് BJP. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പഴയ IPC 96 മുതൽ 106 വരെയുള്ള വകുപ്പുകളിൽ ഒരാൾക്ക്, ഒരു മനുഷ്യൻ തന്നെ അയാളെ കൊല്ലാൻ വരികയാണെങ്കിൽ തിരിച്ചു കൊല്ലാനുള്ള അധികാരമുണ്ട്. എന്നെ ഒരാൾ കത്തിയെടുത്ത് കുത്താൻ വന്നാൽ ഞാനൊരു വടിയെടുത്ത് അയാളുടെ തലക്കടിച്ച് അയാൾ മരിച്ചു പോയാൽ ഞാൻ കൊലയാളിയല്ല. അത് ആത്മരക്ഷാർത്ഥം. ഒരു മനുഷ്യനെ തന്നെ കൊന്നാൽ പോലും കോടതിയിൽ അതൊരു കുറ്റമല്ല. അപ്പോഴാണ് വനം വകുപ്പ് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാമ്പ്, വിഷപ്പാമ്പ്, ആ കുട്ടിയെ കടിക്കാനായിട്ട് ചെല്ലുന്നു കണ്ട ആ കുട്ടിയെ പാമ്പിനോട് അവിടുന്ന് പോകാൻ പറയാ എന്നല്ലാതെ അതിനടിക്കാൻ യാതൊരു നിയമവും ഇല്ല. മനുഷ്യനാക്രമിച്ചാൽ പോലും ആത്മരക്ഷാർത്ഥം തിരിച്ചാക്രമിക്കാനുള്ള അവകാശമുള്ളപ്പോൾ എന്റെ വീട്ടിൽ, എന്റെ പറമ്പിൽ, എന്റെ കൃഷിയിടത്തിൽ ഒരു വന്യമൃഗം വന്ന് എന്നെ ആക്രമിച്ചു കൊല്ലാൻ വന്നാൽ ആത്മരക്ഷാർത്ഥം എനിക്ക് തിരിച്ചാക്രമിക്കാനുള്ള അവകാശമുണ്ടാകണം. അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമവിദഗ്ധനായിട്ടുള്ള നമ്മുടെ രാജൻ ബാബു കൂടെ ഉണ്ട്.
ഞാനിപ്പോ കൺവീനറല്ല ഇരിക്കുന്നുണ്ട്, പക്ഷെ UDF ചർച്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് വരികയാണെങ്കിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ വീട്ടിൽ, എന്റെ പറമ്പിൽ, എന്റെ വസ്തുവിൽ ഒരു വന്യമൃഗം കയറി ആക്രമണമുണ്ടാക്കുമ്പോൾ അതിനെ കയ്യിൽ കിട്ടാവുന്ന ആയുധങ്ങൾ കൊണ്ട് നേരിടാമെന്ന നിയമ ഭേദഗതി UDF കൊണ്ടുവരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ പന്നികളെ ഇവിടുന്ന് ഓടിച്ചുവിടാൻ കഴിയില്ല. കൃഷിക്കാരെ എത്ര മോശക്കാരാണ്. കൃഷിക്കാർക്ക് കുറേയൊക്കെ ഓടിക്കാൻ നല്ല വൃത്തിയായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ ഒരു പന്നി വന്നാൽ വെടിവെക്കാൻ പാടില്ല. മലമ്പ്രദേശങ്ങളിലെല്ലാം ധാരാളം തോക്കുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് പലരുടെയും കയ്യിൽ. ലൈസൻസ് ഉള്ളതുകൊണ്ട് ചില്ലറ ഇല്ലാത്തതുണ്ടാവും. നല്ല അമ്പും വില്ലും ഉണ്ടെങ്കിൽ, നമ്മുടെ ആദിവാസികൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന അമ്പും വില്ലും ഉണ്ടെങ്കിൽ അവര് വളരെ വൃത്തിയായിട്ട് പന്നിയെ കൊല്ലാൻ ഈ തോക്കിനേക്കാൾ നല്ലത് അമ്പും വില്ലും എന്നാ പറയുന്നത്. കാരണം ക്ലോസ് ആയിട്ടുള്ള എൻകൗണ്ടറിൽ തോക്കിനേക്കാളും കൃത്യമായിട്ട് അമ്പും വില്ലും കൊണ്ട് ഈ പന്നിയെ കൊല്ലാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് പോട്ടെ, ഒരു എയർ ഗൺ ഉണ്ടെങ്കിലും ഇതിനെ ഒന്ന് വെടിവെച്ച് പേടിപ്പിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? അവരുടെ വീട്ടിൽ കാട്ടിപ്പോണ്ട. അപ്പൊ അത്തരത്തിലുള്ള കാതലായ ഭേദഗതികൾ നിയമത്തിൽ വന്നേ പറ്റൂ. ഞാൻ വനത്തിനെതിരല്ല എന്ന് മാത്രമല്ല, ലോകത്ത് വനങ്ങൾ നശിച്ചാൽ മനുഷ്യൻ നശിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ വനങ്ങൾ ഗവൺമെന്റിന്റെ തെറ്റായ വന മാനേജ്മെന്റിന്റെ ഭാഗമായി ഇന്ന് മനുഷ്യരാശിക്ക് തന്നെ ഉപകാരമാവേണ്ട വനം അപകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പ് അമേരിക്ക നിന്ന് കത്തി, കാലിഫോർണിയ മുഴുവൻ കത്തി. അമേരിക്കയുടെ പടിഞ്ഞാറൻ സൈഡിൽ തീ, കിഴക്കൻ സൈഡിൽ മഞ്ഞ്. 5 മണിക്കൂർ വിമാനത്തിൽ പോയാൽ 2 ഭാഗത്തേക്ക് എത്താൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് കത്തി? അമേരിക്കയിൽ പോലും അവിടുത്തെ ഗവൺമെന്റ്, പ്രത്യേകിച്ചും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അവർ പാരീസ് ഉടമ്പടിയിൽ നിന്നും മടങ്ങിപ്പോവാണ്. പരിസ്ഥിതി എന്തായാലും വേണ്ടില്ല, എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായാൽ മതി എന്നാണ് എലോൺ മസ്ക് എന്ന് പറയുന്ന വൻകിട പണക്കാരൻ പറയുന്നത്. അതാണ് ട്രംപ് കേൾക്കുന്നത്. അപ്പൊ പരിസ്ഥിതിയെ പൂർണ്ണമായ തരത്തിൽ സംരക്ഷിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു. അവിടെ തീ പിടിച്ചിട്ട് എന്താ സംഭവിച്ചത്? തീ പിടിച്ചതിന്റെ കൂട്ടത്തിൽ കാറ്റടിച്ചു. സാധാരണ ഒരു ദിവസം കാറ്റടിക്കും, വേറെ ദിവസം തീ പിടിക്കും. ഈ തീ പിടിച്ചിട്ടുള്ള വനം കത്തി ഒരു തീ മഴയായിട്ട് കാലിഫോർണിയയിലെ പണക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് വീണു. സാക്ഷാൽ ഹോളിവുഡ്. നമ്മള് മോളിവുഡ് എന്നൊക്കെ പറയും. ഹോളിവുഡ്, ശരിയായിട്ടുള്ള ഹോളിവുഡ്. ആ ഹോളിവുഡിലെ അതിസമ്പന്നരായ സിനിമാ താരങ്ങൾ, 8ഉം 9ഉം മെഡൽ നേടിയിട്ടുള്ള ഒളിമ്പിക് ചാമ്പ്യന്മാർ, അവര് താമസിച്ച സ്ഥലത്ത് ചെന്ന് വീണു. ട്രംപിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഗവൺമെന്റ് വൻ പരാജയമാണ്. നമ്മളെ രക്ഷിക്കുന്നതിന് മാത്രമല്ല, ഈ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് വന്നു, ഏറ്റവും കൂടുതൽ വനങ്ങളിൽ തീയുണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. അദ്ദേഹം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. ഞാൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് ഈ ഫോറസ്റ്റ് ഫയർ സംസാരിക്കാൻ വേണ്ടി. ഫോറസ്റ്റ് ഫയർ ഇല്ലാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫയർ മാനേജ്മെന്റ് നടത്തണം. കൃത്രിമമായ തീയുണ്ടാക്കി അവിടെയുള്ള ചപ്പുചവറുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിയിച്ച് ഇപ്പൊ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ റോജി ജോണ്ട് റോജി പറയുന്നു അതിനുള്ള ഫണ്ടില്ല. ഞാൻ പന്തയം കെട്ടുന്നില്ല, ചീത്ത കാര്യത്തിന് പന്തയം കെട്ടുന്നില്ല. ഈ ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ പൊളിഞ്ഞിരിക്കുകയാണ്. സംഭവിക്കാതിരിക്കട്ടെ, നല്ല വേനൽ മഴ പെയ്തില്ലെങ്കിൽ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഫയർ വരാൻ പോവാണ്. ഫോറസ്റ്റ് ഫയർ നമ്മൾ വീട് വലിച്ചിട്ടുണ്ടാവുന്നല്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഫയർ വരും. ഇന്ന് ഈ മൃഗങ്ങളെല്ലാം പുറത്തേക്ക് ചാടുന്നുണ്ടെങ്കിൽ തീ പിടിക്കുന്നതിന് മുൻപുണ്ടാവുന്ന പ്രീ ഫോറസ്റ്റ് ഫയർ ടെമ്പറേച്ചർ ഹൈക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം.
ഇവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്ത ഗവൺമെന്റ് ആണോ ഇനിയിപ്പോ അവിടെ ടെമ്പറേച്ചർ നോക്കാൻ പോകുന്നത്? ഇവിടെ വനങ്ങൾ സംരക്ഷിക്കണം, മാനേജ് ചെയ്യണം. കൃത്യമായും ശാസ്ത്രീയമായ തരത്തിലുള്ള ഫോറസ്റ്റ് മാനേജ്മെന്റ് നടത്തിയാൽ ഒരു വലിയ പരിധി വരെ വൈൽഡ് ലൈഫിനകത്തേക്ക് കയറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ മനുഷ്യനെയും വനത്തിനെയും വന്യമൃഗങ്ങളെയും ഒന്നും സംരക്ഷിക്കാൻ ഈ പിണറായി വിജയന് കഴിയില്ല. അവരുടെ ഗവൺമെന്റ് ഒരു കൊലാപ്സ്ഡ് ഗവൺമെന്റ് ആണ്. ഇവിടെ യാതൊരു പദ്ധതിയുമില്ല. നിങ്ങൾ ചോദിക്കും പദ്ധതിയും കാടും തമ്മിൽ എന്താ ബന്ധമുണ്ട്? ഞാൻ 10 വർഷം ചുമതലക്കാരനായിരുന്നു ഈ വകുപ്പിന്റെയും. പിന്നെ വിജയരാഘവൻ പറഞ്ഞു എന്നോട് ഞാനും കൂടെ വരാം, അദ്ദേഹത്തിന് ഫോറസ്റ്റിനുള്ള താല്പര്യം. പ്രോജി പറഞ്ഞു വളരെ കറക്റ്റാണ്. കൃത്യമായിട്ടുള്ള വന മാനേജ്മെന്റിനുള്ള പണം ഫോറസ്റ്റിന് കൊടുക്കുന്നില്ല. ഫോറസ്റ്റുകാർ ആൾക്കാരെ പിടിക്കാൻ നടക്കുക. നിങ്ങൾ ഇങ്ങനെയാണ് ഫോറസ്റ്റ് മാനേജ് ചെയ്യുന്നതെങ്കിൽ ഒരു കടുവയെ കൊന്നിട്ടൊന്നും കാര്യമില്ല. ഈ രാജ്യത്തെ വനയോര മേഖലകളിൽ ജീവിതം ദുസ്സഹമായി തീരാൻ പോവുകയാണ്. അപ്പോഴാണ് കുറച്ച് തലതിരിഞ്ഞവരെ, എല്ലാറ്റിലും ഉണ്ടല്ലോ തലതിരിഞ്ഞവര്. അവര് ചിലർ പറയുന്നത് ഈ ഫോറസ്റ്റ് ഒക്കെ വന്ന് വലുതായിട്ട് തൃശ്ശൂരാണെങ്കിൽ തേക്കുംകാട് വരെയോ, തിരുവനന്തപുരത്താണെങ്കിൽ വഴുതക്കാട്, ഞാൻ വഴുതക്കാട് താമസിക്കുന്നത്, അവിടെ ഒരു കാടില്ല, അതൊരു പ്രശ്നമാണ്. തൈക്കാട് വരെയോ ഒക്കെ വന്നാലും തിരക്കടൊന്നുമില്ല. ഇടുക്കിയിലാണെങ്കിൽ തൊടുപുഴ വരെയോ അല്ലെങ്കിൽ എറണാകുളത്ത് ഹൈക്കോർട്ട് വരെയോ ഒക്കെ വന്നോട്ടെ. ഈ കേരളം തന്നെ ഒരു വനമായിക്കോട്ടെ എന്ന വാദഗതിയോട് നമ്മൾ യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കമ്മീഷനുകൾ വന്ന സമയത്ത് ഞാൻ ശക്തമായിട്ട് അതിനെ പേഴ്സണലായിട്ട് എതിരായിരുന്നു. ആദ്യത്തെ വിദഗ്ധൻ വന്നു അല്ലേ, അല്ല നമ്മുടെ കസ്തൂരി രംഗന് മുമ്പല്ലേ ഗാഡ്ഗിലിന് നല്ലോണം മാത്തമാറ്റിക്സ് അറിയാം. മാത്തമാറ്റിക്സ് അറിഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് ഇപ്പൊ ഡോക്ടർമാരെ കാണുന്നത് തന്നെ നമുക്ക് നെഞ്ചുവേദന വന്ന വലിയ ഡോക്ടറെയാണോ കാണാൻ പോകുന്നത്? ഗാഡ്ഗിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പോലും അല്ല. ഗാഡ്ഗിൽ ഒരു മാത്തമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹം കേരളത്തെ താലൂക്കായിട്ട് അങ്ങ് തിരിച്ചു. തൃശ്ശൂരിലൊക്കെ കാടുണ്ട് എന്നുകൊണ്ട് തൃശ്ശൂർ ടൗണും കൂടെ B ക്ലാസ്സിൽ പഠിച്ചു. ഇത്രയും വലിയ ഫൂൾ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ. അതിനുശേഷം വലിയ പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ ഗവൺമെന്റ് ഭരിച്ചത് കൊണ്ടാണ് ഇന്ന് കിഴക്കൻ മലയോര പ്രദേശത്ത് ഉമ്മൻചാണ്ടി ഭരിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത്രയെങ്കിലും തരത്തിൽ നമ്മൾ ആ ബില്ലുകളെ നമ്മൾ ചേർത്ത് തന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ചേർത്ത് തന്നത്. ഇപ്പൊ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കണ്ടപ്പോൾ ഇതാ വന്നു വേറൊരു നിയമം. അന്ന് നമ്മൾ പറഞ്ഞ വന നിയമം വന്നപ്പോൾ പറഞ്ഞു പഞ്ചാബിലെ ജനങ്ങൾക്ക്, ഹരിയാനയിലെ ജനങ്ങൾക്ക് BJP കൊണ്ടുവന്ന നിയമം പിൻവലിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ നിയമം ജനിക്കാൻ പോലും ഐക്യജനാധിപത്യ മുന്നണി സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിണറായി വിജയന്റെ വനനിയമം ചാപ്പിള്ളയായിരിക്കുന്നു. അതിൽ നമുക്ക് അഭിമാനമുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്. ഇനിയും നമ്മൾ ആ തരത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് ഇവരെയൊക്കെ മാറ്റി പാർപ്പിച്ചൂടെ, പട്ടണത്തിലിരുന്ന് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എടാ, കാലാകാലമായിട്ട് 4-5 ഏക്കർ സ്ഥലവും അല്ലെങ്കിൽ 3-4 ഏക്കർ സ്ഥലം പോട്ടെ 1.5 ഏക്കർ സ്ഥലമുള്ള ഒരു മനുഷ്യൻ എവിടേക്ക് മാറിപ്പോകുന്നവർ? ശരി, എന്നാ ഞാൻ മാറിപ്പോവാം. മാറിപ്പോയി അത്ര 15 ലക്ഷം. 15 ലക്ഷം കൊണ്ട് എന്ത് പഠിക്കാൻ? 15 ലക്ഷം കൊണ്ട് നല്ലൊരു ജീപ്പ് വാങ്ങിക്കാൻ പറ്റില്ല. 15 ലക്ഷം ലുലുവ തരാം എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്നവന് ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്തതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ ഏറ്റെടുത്ത അത് തന്നെ അശാസ്ത്രീയമാണ്. ഇവിടെ ഏറ്റെടുത്തവരെ എവിടെ പോകാനായിട്ട്? പണം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇനി ഏതെങ്കിലും ഉൾക്കാടിൽ നിന്ന് ആർക്കെങ്കിലും മാറണമെങ്കിൽ അവർക്ക് ദേശീയപാത ഏറ്റെടുക്കൽ നിയമം പോലെ കൃത്യമായ പൊന്നും വില കൊടുക്കാതെ ആളുകളെ ഒഴിപ്പിച്ചുകൂടാ. അവരെവിടെ പോകും? ഈ മൃഗങ്ങൾക്ക് ജീവിക്കാൻ അവർക്ക് അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കില്ല. വനപാലകരൊക്കെ നാട്ടില, അവരൊന്നും കാട്ടിലൊന്നും പോണില്ല.
ഇവിടെ നാട്ടിൽ വന്ന് ആരെങ്കിലും കമ്പൊടിച്ചോ ചില്ലയൊടിച്ചോ നോക്കാൻ നടക്കുക. അവിടെ പോയി മൃഗങ്ങൾക്ക് ആനകൾ ആരെയും പിടിച്ചു തിന്നില്ല, കുത്തുക ചെയ്യുക. അവർക്ക് വെള്ളം കൊടുക്കില്ല, വാട്ടർ സോഴ്സസ് ഇല്ല, വാട്ടർ ഹോൾസ് എന്നാണ് പറയുക, വാട്ടർ ഹോൾസ് ഇല്ല. അവിടുത്തെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അവിടുത്തെ തീ അല്ലെങ്കിൽ കാട്ടുതീ നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നാടിലെയും കാട്ടിലെയും പരിസ്ഥിതി അതിദയനീയമായി തകർന്നതിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരുകൾക്കാണ്. ഇന്നിപ്പോ ഒരു സ്ത്രീയെ കടിച്ച് തിന്നു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം പറഞ്ഞു, നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ പുലിയെ അല്ലെങ്കിൽ ആ കടുവയെ വെടിവെച്ചു കൊല്ലുന്ന പറയുന്നത്. പക്ഷെ വെടിവെച്ചൊന്നുമല്ല കൊന്നത്, അല്ലേ? ആണോ? ഞങ്ങളിപ്പോ വെടിവെച്ചു കൊല്ലും. ആര് വെടിവെച്ചു? മാൻ ഈറ്റർ ടൈഗർ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞു. ആരെങ്കിലും വെടിവെച്ചോ? പക്ഷെ ഇന്ന് പറയുന്നു കടുവ ചത്തു. എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. രസികന്മാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ ശശീന്ദ്രന്റെ പാട്ട് കേട്ടിട്ട് ആത്മഹത്യ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഗവൺമെന്റിനെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നലെ കെ.സി. വേണുഗോപാൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഇന്നിവിടെ 100,000 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെത്തേഡുകൾ, ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ, ആ വൈദഗ്ധ്യങ്ങൾ വനത്തിൽ പ്രയോഗിക്കണം. ഒരാനക്കൂട്ടം നടന്നു വരുന്നുണ്ട് എന്ന് കണ്ടാൽ ഇതാ ഇന്ന സ്ഥലത്ത് ആനക്കൂട്ടം വന്നുവെന്ന് അതിന്റെ ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരു അറിയിപ്പ് കൊടുക്കാൻ കഴിയും. കടുവകളുണ്ട്, ഇന്ന സ്ഥലത്തവിടെ പോവരുത് എന്ന് കൊടുക്കാനുള്ള വാണിംഗ് സിസ്റ്റം അതുപോലെ ഈ ഗവൺമെന്റിന്റെ ഇല്ല. അവർക്കെല്ലാം ജനങ്ങളെയാണ് വാൺ ചെയ്യുന്നത്, നിങ്ങൾ ഓടിപ്പൊക്കൊള്ളണം. ആ തരത്തിൽ ശാസ്ത്രീയമായ ഒരു തരത്തിലുള്ള നയങ്ങളോ നടപടികളോ സ്കീമുകളോ ഇല്ലാതെ പരമ്പരാഗതമായ സ്കീമുകൾ പോലും, കാട്ടുതീ കുറയ്ക്കാനുള്ള നടപടികൾ പോലും ഇല്ലാതെ നിൽക്കുകയാണ്. നമുക്ക് അറിഞ്ഞൂടെ കാട്ടിൽ ചെറിയ ചെറിയ തീ ഉണ്ടോന്ന്, അല്ലേ റോജി? ചിലപ്പോൾ ചെറിയ ചെറിയ ഫയർ ഉണ്ടാവും, നമ്മളറിയില്ല. ചെറിയ ഫയർ ഉണ്ടാവും. ആ ചെറിയ ഫയർ ഉണ്ടാകുമ്പോഴേക്കും കാലത്ത് മൃഗങ്ങളൊക്കെ പുറത്തിയാടും. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ്, പ്രത്യേകിച്ചും വന ഡിപ്പാർട്ട്മെന്റ്, മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ പോലെയും തന്നെ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു വകുപ്പിനോട് എന്തെങ്കിലും ഒരു വിവേചനം കാണിച്ചു എന്ന് ഒരു മന്ത്രിക്കും യാതൊരു പരാതിയുമില്ല. കാരണം എല്ലാ വകുപ്പുകളെയും ഒരുപോലെ തകർത്തിരിക്കുകയാണ്. അല്ലാതെ ഒരു വിവേചനം അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ചില്ല, ഞാൻ കുറെ സംസാരിച്ചു. നമുക്കിതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും കൃത്യമായ പ്രചരണ പരിപാടിയും സമരപരിപാടിയും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയല്ല. ഇതിനെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട ശരിക്കും വിവരമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ പൊതുപ്രവർത്തകരാണ്. ശരിക്കും ഈ വിഷയത്തിൽ അറിവുള്ളവരെ കൊണ്ട് അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട്, കൺവീനർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആളോട് സംസാരിച്ച് ഒരു മാർഗരേഖ നമ്മൾ ഉണ്ടാക്കും. ഞങ്ങൾ ഈ കർഷകർക്ക്, ഈ മലയോര ജനതയ്ക്ക് ഒരു വാക്ക് നൽകുന്നു. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. അതാണ് രാഷ്ട്രീയമായ വാഗ്ദാനം. വെടിവെച്ച് കൊല്ലണമെങ്കിൽ വെടിവെച്ച് കൊല്ലും, കൊല്ലണമെങ്കിൽ കൊല്ലും, വളർത്തണമെങ്കിൽ വളർത്തും. അതാണ് വാഗ്ദാനം, വേറെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് CMPക്ക് വേണ്ടിയും നമ്മുടെ പൊതുപ്രസ്ഥാനമായ UDFന് വേണ്ടിയും നിങ്ങളെല്ലാം അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ UDF കൺവീനർ M. ഹസനും AICC സെക്രട്ടറി ശ്രീ റോജി M. ജോൺ MLA-യും ശ്രീ അൻവർ സാദത്ത് MLA-യും ശ്രീ M. വിൻസെന്റ് MLA-യും ബഹുമാന്യ ശ്രീ മാർട്ടിൻ ജോർജും ശ്രീ സോണി സെബാസ്റ്റ്യനും ശ്രീ VA നാരായണനും സജീവ് മാറോളിയും അൻസാരി തില്ലങ്കേരിയും അടക്കമുള്ള നേതാക്കന്മാർ പ്രസംഗിക്കാനുണ്ട്. ഔപചാരികമായ യോഗം പ്രതിപക്ഷ നേതാവ് വന്നാൽ മാത്രമാണ് ആരംഭിക്കുക. നമ്മളോട് സംസാരിക്കാൻ കേരള കോൺഗ്രസ് ജേക്കബ് ഭാഗത്തിന്റെ വർക്കിംഗ് ചെയർമാൻ
ശ്രീ MC സെബാസ്റ്റ്യനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയമുള്ള UDF-ന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതാക്കളെ, നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നത് തന്നെ ശരിയല്ല എന്നെനിക്ക് തോന്നുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ രൂക്ഷമായ വന്യജീവി ആക്രമണം നേരിടുന്ന വയനാട് ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലിയിൽ അതിദാരുണമായ വിധം ഒരു ആദിവാസി സ്ത്രീയെ കടുവ ആക്രമിക്കുകയും തുടർന്നുണ്ടായ ഹർത്താലുകളും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ ജനങ്ങൾ അവിടുന്ന് കൂകി പുറത്താക്കിയതുമൊക്കെ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഒരു കാര്യം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. വനാതിർത്തികളും വയനാടും അതുപോലെ കണ്ണൂരുമായി ചേർന്നാണ് കിടക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 ജില്ലകളെയും ബന്ധിക്കുമ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ഏറ്റവും കൂടുതൽ ആവാസ ഭൂമിയായി ഈ ജില്ലയുടെ അതിരുകൾ മാറുകയാണ്. ഞാൻ കാര്യമായ രാഷ്ട്രീയ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ വന്യമൃഗങ്ങളുടെ അക്രമത്തിന് വിധേയരാകുന്ന ആളുകൾക്ക് UDF പല പ്രാവശ്യവും ആവശ്യപ്പെട്ടതാണ് അവർ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കണം. നമുക്കറിയാം, ഒരു തെങ്ങ് ആന കളഞ്ഞാൽ 500 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരം കൃഷിക്കാരന് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഒരാൾക്ക് ജോലി കൊടുക്കണം. അതല്ലാതെ വന്യമൃഗങ്ങളുടെ അക്രമത്തിന് വിധേയരാകുന്നവരെ, ആക്രമണത്തിന് ഇരയാകുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഈ ഗവൺമെന്റ് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ വയനാട് ജില്ല നിങ്ങൾക്കറിയാം, 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ജില്ലയാണ്. യാത്രാ സൗകര്യങ്ങളില്ല. ഒരു എയർപോർട്ട് അവിടെ വരാൻ ആഗ്രഹിച്ചു, അത് അന്ന് അച്യുതാനന്ദന്റെ കാലത്ത് സമരം ചെയ്തത് പൂട്ടിച്ചു. ഒരു തീവണ്ടി വരാൻ ആഗ്രഹിച്ചു, അത് പിണറായി വിജയൻ പൂട്ടിച്ചു. വയനാടിന്റെ സമസ്ത മേഖലയെയും വനമേഘത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ജില്ലയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അപമാനിക്കുന്ന സ്ഥിതിയാണ് കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വന നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി മുന്നോട്ട് പോകുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് വളരെ വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തലയും ഇരിക്കൂർ പേരാവൂരിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ സണ്ണി ജോസഫും ശ്രീ സജി ജോസഫ് MLA അടക്കമുള്ള UDF നേതാക്കന്മാർ കീഴ്പള്ളിയിലെ ആറളത്തെ നല്ലവരായ ജനങ്ങൾ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. മലയോര കർഷക ജനത അനുഭവിക്കുന്ന തീരാ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ജീവനോപാധികൾക്കും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
മലയോര ജനതയുടെ ഹൃദയവികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന മലയോര സമരജാഥ അതിന്റെ നായകന്റെ നേതൃത്വത്തിൽ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഔപചാരികമായി യോഗ നടപടികൾ ആരംഭിക്കുന്നു. മലയോര സമര യാത്രയുടെ നായകൻ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളും കീഴ്പള്ളിയിലെ പൗരാവലി നൽകുന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഈ സ്വീകരണ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സദസ്സിൽ സജ്ജമാക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടിയേറ്റ മലയോര കർഷക ജനതയുടെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയുടെ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ നേതാക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും കർഷക സുഹൃത്തുക്കളെയും ഈ ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരുന്ന് ഈ പൊതുസമ്മേളനത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. UDFന്റെ ഈ സമര യാത്രയുടെ സ്വീകരണത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആവേശഭരിതരാക്കുന്നതിനു വേണ്ടി അയ്യങ്കുന്ന് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി വിശ്വനാഥൻ അവരെ ക്ഷണിക്കുന്നു. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, വി ഡി സതീശൻ സിന്ദാബാദ്, രമേശ് ചെന്നിത്തല സിന്ദാബാദ്. ആനാക്കടുവ കാട്ടുമൃഗങ്ങൾ, ആനാക്കടുവ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി വിലസുമ്പോൾ, നാട്ടിലിറങ്ങി വിലസുമ്പോൾ ഓരോ ദിനവും ഓരോ മരണം, ഓരോ ദിനവും ഓരോ മരണം. കയ്യും കെട്ടി കണ്ണും പൂട്ടി, കയ്യും കെട്ടി കണ്ണും പൂട്ടി നോക്കിയിരിക്കും സർക്കാരെ, നോക്കിയിരിക്കും സർക്കാരെ. താക്കീതാണിതു താക്കീത്, താക്കീതാണിതു താക്കീത്. UDF താക്കീത്, UDF താക്കീത്. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്. മലയോര സമര യാത്രയുടെ നായകൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവർകൾ, ബഹുമാന്യനായ പേരാവൂരിന്റെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വേദിയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ റഹ്മാൻ കല്ലായി, UDF കൺവീനർ ശ്രീ PT മാത്യു, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ശ്രീ അബ്ദുൾ റഹ്മാൻ ജയലേരി, മറ്റ് UDFന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ പ്രവർത്തകരെ, മറ്റ് സുഹൃത്തുക്കളെ, ഈ സമര ജാഥയുടെ ഔപചാരികമായ സ്വീകരണ സമ്മേളനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം,
ഈ സമരത്തിന്റെ സമരജാഥയുടെ പ്രസക്തിയെക്കുറിച്ച് മുൻപേ സംസാരിച്ച നേതാക്കന്മാരൊക്കെ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ആറളം പഞ്ചായത്തിൽ ഇത്തരം ഒരു സ്വീകരണം ഈ ജാഥയ്ക്ക് ഏർപ്പെടുത്തിയത് തന്നെ ഈ ജാഥ ഉയർത്തുന്ന ഏറ്റവും പ്രസക്തമായ വിഷയങ്ങൾ, ഈ ജാഥയിൽ UDF ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ, അത് ഏറ്റവും കൂടുതൽ മലയോര മേഖലയായ കുടിയേറ്റ മേഖലയായ ആറളം പഞ്ചായത്തിനെയും അതിലുപരി ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുമ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളും, ഈ ജാഥയിൽ ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും നേരിട്ട് അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളുമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ തന്നെയാണ് ഈ ജാഥയ്ക്ക് ഇത്തരമൊരു സ്വീകരണ പരിപാടി ആറളം പഞ്ചായത്തിലെ ഈ കീഴ്പള്ളി അങ്ങാടിയിൽ ഒരുക്കിയത്. UDFന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ബഹുമാന്യനായ MLAയും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ കീഴ്പള്ളിയിലും കൊട്ടിയൂരിലും ഇതിന്റെ ഈ ആനുകാലിക പ്രസക്തി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സ്വീകരണ പരിപാടി ഒരുക്കിയത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ അവസരത്തിൽ നമുക്കറിയാം, വന്യജീവി അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്ന നിരവധി ആളുകൾ കൊല്ലപ്പെട്ട 2014 മുതൽ 2023 വരെ ദാരുണമായി നമ്മുടെ ആറളം ഫാമിലും മറ്റു മേഖലകളിലും കൊല്ലപ്പെട്ട 12ഓളം മനുഷ്യജീവനുകൾ, അതിൽ ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവരോടൊക്കെയുള്ള UDFന്റെ കടപ്പാടാണ് അവരുടെ കുടുംബാംഗങ്ങളോടുള്ള, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ഉറ്റവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സമരജാഥ കടന്നു പോകുന്നത്. അതിനുള്ള തെളിവാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ നട്ടുച്ചയ്ക്ക് തടിച്ചുകൂടി ഈ ജനാവലി, കീഴ്പള്ളിയും ഈ മലയോര ഗ്രാമവും ഈ കുടിയേറ്റ പ്രദേശം ഈ ജാഥയെ ഏറ്റെടുത്തു എന്നതിന് തെളിവാണ് ഈ സമയത്ത് ഇവിടെ തടിച്ചുകൂടിയ ഈ സ്വീകരണ പരിപാടിയും ഈ ജനപങ്കാളിത്തവും. ഏറ്റവും ആത്മാർത്ഥമായി ഞാൻ ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും, ഇത് വൻ വിജയമാക്കി തീർത്ത മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി നന്ദിയോടെ ഓർക്കുകയാണ് UDFന്റെ ആറളം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി. ഒപ്പം നമുക്കറിയാം, ഇതോടുകൂടി ചേർത്ത് വെക്കേണ്ട ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും MLAയും ഒക്കെ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ള വയനാട് കരിന്തളം കാസർഗോഡ് വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ നഷ്ടപരിഹാരം ലഭിക്കാതെ നിരവധി ആളുകൾ ഇന്നും ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാതെ വളരെ ലാഘവത്തോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റും ഈ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും മാന്യമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കൃഷി യോഗ്യമല്ലാതാക്കി തീർക്കുന്ന ഭൂമിക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ കൂടി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം, പരിസ്ഥിതി ലോല വില്ലേജുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 123 വില്ലേജുകളിൽ ആറളം വില്ലേജും അതിന്റെ പരിസ്ഥിതി ദുർബല പ്രദേശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ആ വിഷയത്തിലും ഇന്ന് കേരള ഗവൺമെന്റ് 8-9 വർഷമായി ഇരുട്ടിൽ തപ്പുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കൃത്യമായി അതിന്റെ അതിർത്തി നിർണയിച്ചു. പക്ഷേ ആറളത്തെ ജനങ്ങൾ, ആറളം വില്ലേജിൽ ഉൾപ്പെട്ട ജനങ്ങൾ ഇന്നും ആശങ്കയിലാണ്. ആ വിഷയവും വളരെ ഗുരുതരമായി വളരെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വിഷയമാണ്. ഒപ്പം നമുക്കറിയാം, വന്യജീവികൾ ഒരുപക്ഷെ ആന ആയിരുന്നെങ്കിൽ ഇന്ന് കാട്ടിലുള്ള മുഴുവൻ വന്യജീവികളും അവരുടെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഓരോ ദിവസവും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഘാതം ഏറ്റവും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. കടുവയും പുലിയും മലയണ്ണാനും കുരങ്ങും പന്നിയും മുള്ളം പന്നിയും ഉൾപ്പെടെയുള്ള ജീവികളുടെ അതിക്രമങ്ങൾ കൊണ്ട് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാൻ ചുരുക്കുകയാണ്, നേതാക്കന്മാർ ഇവിടെയുണ്ട്. നമുക്കറിയാം, ഈ യോഗത്തിലേക്ക് ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ ജാഥയെ, ഈ പ്രദേശത്ത് ഈ സ്വീകരണം പരിപാടി സംഘടിപ്പിക്കാൻ, ഈ സ്വീകരണത്തിന്റെ ഒരു കേന്ദ്രമായി പ്രഖ്യാപിച്ച സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിക്കുകയാണ്. ഏറ്റവും ആദരണീയനായി നിയമസഭയുടെ ഇടവേളയിൽ ഈ ജാഥ ഏറ്റെടുത്ത് ഇവിടെ വന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതൃത്വത്തെ മുഴുവൻ അഭിനന്ദിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെയും ശ്രീ VD സതീശൻ അവറുകളെയും ഒപ്പം പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവറുകളെയും പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ശ്രീ അബ്ദുൾ റഹ്മാൻ കല്ലായി, പ്രിയപ്പെട്ട സജീവ് ജോസഫ് MLA, UDFന്റെ കൺവീനർ ശ്രീ MM ഹസൻജി, ശ്രീ K രാജൻ ബാബു, മറ്റ് പ്രഗത്ഭരായ എല്ലാ നേതാക്കന്മാരെയും
മുഴുവൻ ആളുകളെയും പേര് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കണം. മറ്റ് ഇവിടെ സദസ്സിലുള്ള മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ ആളുകളെയും ഈ വേദിയിൽ ഇരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ പ്രിയപ്പെട്ട മുണ്ടേരി സാഹിബ് ഇബ്രാഹിം മുണ്ടേരി, ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് മുണ്ടേരി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നേതാക്കളെ, നമ്മുടെ ഈ മലയോര മേഖലയിലെ ഈ സമരം നടത്തുവാനും ഈ സമര ജാഥ ഇവിടെ എത്തുവാനും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവറുകൾ, ഈ ജാഥയുടെ ഉദ്ഘാടകനും ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ പലതവണ ആഭ്യന്തരമന്ത്രിയായും പ്രതിപക്ഷ നേതാവുമായൊക്കെ രാഷ്ട്രീയത്തിനപ്പുറം വലിയ സൗഹൃദം ഉണ്ടാക്കിയെടുത്ത പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ജി അവറുകളെ, വേദിയിലെ പ്രിയപ്പെട്ട MLA-മാരായ റോജി ജോസ്, പ്രിയപ്പെട്ട അൻവർ സാദത്ത്, പ്രിയപ്പെട്ട സജി ജോസഫ്, പ്രിയപ്പെട്ട വിൻസെന്റ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കലായി സാഹിബ്, കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട മാർട്ടിൻ ജോൺ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കരീം ചേലേരി, കോൺഗ്രസിൻ്റെയും JSSൻ്റെയും മറ്റ് ഐക്യജനാധിപത്യ മുന്നണി നേതാക്കൾ, ഇതിനൊക്കെ അപ്പുറത്ത് പെരാവൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലെ കൊട്ടാരത്തിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളെ, വേദിയിൽ പങ്കെടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തരണമെന്ന് വിനീതമായി പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ജി അവറുകളോട് ആദരപൂർവ്വം അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്. യോഗത്തിന്റെ അധ്യക്ഷൻ ഇബ്രാഹിം മുണ്ടേരി, ഈ ജാഥയുടെ ക്യാപ്റ്റൻ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, UDF-ന്റെ കൺവീനർ ശ്രീ MM ഹസൻ, പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഹ്മാൻ കലായി, പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ കരീം ചേളാരി, ജില്ലാ പ്രസിഡന്റ്, പ്രിയങ്കരനായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് ശ്രീ അപ്പു, കോർഡിനേറ്റർ ശ്രീ അപ്പു ജോസഫ്, JSSന്റെ ചെയർമാൻ ശ്രീ രാജൻ ബാബു, പ്രിയങ്കരനായ ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, പ്രിയപ്പെട്ട ശ്രീ CP ജോൺ, ശ്രീ MC സെബാസ്റ്റ്യൻ, MLA-മാരായ ശ്രീ സണ്ണി ജോസഫ്, ശ്രീ റോജി M ജോൺ, ശ്രീ അൻവർ സാദത്ത്, പ്രിയപ്പെട്ട ശ്രീ M വിൻസെന്റ്, പ്രിയങ്കരനായ ഇരിക്കൂർ MLA സജീവ് ജോസഫ്, UDF ജില്ലാ ചെയർമാൻ PT മാത്യു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, AICC അംഗം ശ്രീ VA നാരായണൻ, ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, സജി മാറോളി, അൻസാരി തില്ലങ്കേരി, അമൃത രാമകൃഷ്ണൻ, ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മലയോര ജാഥ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്.
ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് പ്രസംഗിച്ച നേതാക്കന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇന്ന് മലയോര മേഖലകളിലെ പാവപ്പെട്ട ജനങ്ങൾ, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാനും സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇടപെടുവിക്കാനുമുള്ള ഒരു ജൈത്രയാത്രയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഇന്ന് മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാട്ടാന ചവിട്ടിക്കൊന്നു, പുലി കടിച്ചു കൊന്നു, വ്യാപകമായി വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. ഇത്തരം ഭീതിജനകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. രാത്രികാലങ്ങളിൽ പുലി പിടിക്കുമോ, ആന ചവിട്ടിക്കൊല്ലുമോ എന്നുള്ള ഭീതിയിലാണ്. പകൽ കൃഷി സ്ഥലങ്ങളിലേക്ക് പോകാൻ നിവൃത്തിയില്ല. കാരണം കൃഷിയിടങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന കർഷകരെ പുലി പിടിക്കുന്നു, ആന ചവിട്ടിക്കൊല്ലുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇവിടെ മൗനം പാലിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനും അവരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് വന്യമൃഗങ്ങളുടെ അക്രമം മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത്. സി സണ്ണി ജോസഫ് നിയമസഭയിൽ ആറളത്ത് ഏതാണ്ട് 12-ലധികം ആളുകൾ, അതിൽ നിരവധി ആദിവാസികൾ ഉൾപ്പെടെ ആന ചവിട്ടിക്കൊന്ന കാര്യങ്ങൾ വേദനയോടെ ഹൃദയഭേദകമായി അവതരിപ്പിച്ച് ഞാൻ ഓർക്കുകയാണ്. ഈ ആറളത്ത് മാത്രം 12ഓളം ആളുകൾ ആന ചവിട്ടിക്കൊന്നത് മൂലം മൃതിയടയുകയുണ്ടായി. അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ട് മാത്രമാകുമോ? UDF ഗവൺമെന്റ് കാലത്ത് ഈ മേഖലകളിൽ നമ്മൾ മതിൽ കെട്ടുമായിരുന്നു, വലിയ മതിലുകൾ കെട്ടി നമ്മൾ സംരക്ഷിക്കുമായിരുന്നു. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ പണം അനുവദിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പണം അനുവദിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മതിൽ കെട്ടൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കർണാടക അതിർത്തിയിൽ നോക്കണം. കർണാടക അതിർത്തികളിൽ, വനാതിർത്തികളിൽ വലിയ കൂറ്റൻ മതിലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. കർണാടകത്തിൽ വന്യജീവികളുടെ അക്രമം മൂലം ആളുകൾ മരിക്കുന്ന വാർത്തകളില്ല. കാരണം വൻ മതിലുകൾ നിർമ്മിച്ച് ആളുകളെ സംരക്ഷിക്കുന്നു. മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നു, മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു. എല്ലാ മൃഗങ്ങൾക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും കൊടുക്കുന്നത്. ആനയ്ക്കുള്ള ഭക്ഷണം പ്രത്യേകം കൊടുക്കുന്നു, പുലിക്കുള്ള ഭക്ഷണം പ്രത്യേകം നൽകുന്നു, കുരങ്ങിന്. അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം കർണാടക, തമിഴ്നാട് ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം ഡൽഹിയിലേക്ക് തമിഴ്നാടിന്റെ വനം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്?
അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ വന അതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകമായ ഭക്ഷണ സൗകര്യവും അതോടൊപ്പം തന്നെ രാത്രി പകലില്ലാതെ റോന്തി ചുറ്റുകയും ചെയ്യുന്ന ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളുമായി റോന്തി ചുറ്റുന്ന വനപാലകരെ പറ്റി എന്നോട് പറയുകയുണ്ടായി. കാട്ടാന മുതൽ കാട്ടുപോത്ത്, കാട്ടുപന്നി, പുലി, കടുവ തുടങ്ങിയിട്ടുള്ള ഹിംസജീവികൾ ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ജീവൻ ഒരു വിലയുമില്ലേ? മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൃഷിനാശമുണ്ടാക്കുന്ന കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയവയെ വെർമിൻ എന്ന ഗണത്തിൽപ്പെടുത്തി അവയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനം ആ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. വെർമിൻ എന്ന് പറഞ്ഞാൽ കീടങ്ങൾ, ക്ഷുദ്രജീവികൾ. വെർമിൻ എന്ന പേര് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള പ്രൊവിഷൻ ആ സംസ്ഥാനങ്ങൾ ഹിമാചൽ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് ചെയ്യാതിരിക്കുന്നത്? കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉറക്കം നടിക്കുന്നു? കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട ആദിവാസി സ്ത്രീയെ വയനാട്ടിൽ പുലി കടിച്ചു കൊണ്ടുപോയത് അറിഞ്ഞ് ഓടിയെത്തേണ്ട കേരളത്തിന്റെ വനം മന്ത്രി കോഴിക്കോട് ബീച്ചിൽ ഹിന്ദി പാട്ടുപാടി അദ്ദേഹം ഉല്ലസിക്കുന്ന കാഴ്ച എത്ര ദയനീയമാണ് എന്ന് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ശശീന്ദ്രന് ഹിന്ദി പാട്ട് അറിയാമെന്ന് എനിക്കറിയില്ല, അറിയുമെങ്കിൽ നല്ല കാര്യമാണ്. അദ്ദേഹം ഹിന്ദി പാട്ട് പാടി കോഴിക്കോട് ബീച്ചിൽ മറ്റുള്ളവരോടൊപ്പം ഉല്ലസിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഈ മന്ത്രി അവിടെ ഓടിയെത്തണ്ടേ? ഇതെല്ലാം വിട്ടറിഞ്ഞ് മന്ത്രി അവിടെ ചെന്നവരെ ആശ്വസിപ്പിക്കും. ചിലപ്പോൾ തടഞ്ഞേക്കാം. ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നപ്പോൾ ചില സന്ദർഭത്തിൽ പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ തടഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. ഒരു പുലി കടിച്ചു കൊന്ന ആദിവാസി സ്ത്രീയുടെ വീട്ടിൽ പോകാൻ സമയമില്ല മന്ത്രിക്ക്. കോഴിക്കോട് കിടപ്പുറത്ത് ഹിന്ദി പാട്ടുപാടി ആഘോഷപൂർവ്വം ഉല്ലസിക്കുന്ന വനം മന്ത്രി കേരളത്തിന് ഒരു ബാധ്യതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം നടപടി സ്വീകരിക്കുന്നില്ല? അക്രമകാരികളായ മൃഗങ്ങളെ ട്രേസ് ചെയ്യാൻ, ട്രാക്ക് ചെയ്യാൻ എന്തുകൊണ്ട് വനം വകുപ്പ് നടപടി എടുക്കുന്നില്ല? ഇതിനായി ചെയ്യേണ്ടത് വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പോലീസ് എന്നിവ സംയുക്തമായി വേണം ഇത്തരം കാര്യങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടത്. ഇവിടെ ഫോറസ്റ്റ് വാച്ചർമാർ ഒരു ഭാഗത്തൂടെ പോകുന്നു, ഒരു ഭാഗത്തൂടെ പോലീസ് പോകുന്നു, മറുഭാഗത്തൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോകുന്നു, പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നു. ഇതാണോ വേണ്ടത്? ഈ മൂന്ന് വകുപ്പുകളും ചേർന്ന് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് അവിടെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് വയനാട്ടിൽ പോയി. വയനാട്ടിൽ ചെന്നപ്പോൾ കണ്ട വളരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. മയിലുകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു. മയിലുകൾ കൂട്ടത്തോടെ ഇറങ്ങി അവിടെയുള്ള പാടശേഖരങ്ങളിൽ വിളഞ്ഞ നെല്ല്, ഏറ്റവും നല്ല നെല്ലാണ്, ജീരകശ, ഏറ്റവും നല്ല മുന്തിയ ഇനം നെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ്. ഗന്ധകശാല, ജീരകശാല തുടങ്ങിയിട്ടുള്ള അപൂർവങ്ങളായ നെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പാടശേഖരങ്ങളിൽ ഇറങ്ങി ഈ മയിൽ എന്താ ചെയ്യുന്നത് അറിയാമോ? ആ കതിര് മാത്രം കൊണ്ടുപോകും. 10-9 മയിലുകൾ ഒരുമിച്ച് വന്ന് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ കയറി ആ കതിര് മാത്രം അങ്ങ് കൊണ്ടുപോകുന്നു, കച്ചിയെ തൊടത്തില്ല. ഞാൻ അന്നേരം അവിടുത്തെ കർഷകരോട് ഇതാണോ സ്ഥിതിയല്ല? അവര് പറഞ്ഞു, സാറേ, രാത്രിയിലും പകലും കൂട്ടത്തോടെ മയിലുകൾ വന്ന് കതിര് മാത്രം
കുരങ്ങ്, കാട്ടുകുരങ്ങ്, നമ്മൾ കൃഷി ചെയ്യുന്ന മരച്ചീനി ഉൾപ്പെടെയുള്ളത് കാട്ടുകുരങ്ങ് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഓരോ തരത്തിലാണ് കൃഷി. വാഴക്കൃഷി മുഴുവൻ ആന നശിപ്പിക്കുന്നു. പുലി വന്ന ആളുകളെ കടിക്കുന്നു. പുലിക്ക് ഭക്ഷണമില്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നതാണ്. എന്റെ ചോദ്യം, ഈ വന്യമൃഗങ്ങളെ കൃഷിക്കാരെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതി എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് തയ്യാറാക്കുന്നില്ല? തമിഴ്നാട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന, കർണാടക ഗവൺമെന്റ് സ്വീകരിക്കുന്ന, മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന മാതൃകകൾ പഠിച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തുകളും ചേർന്ന് കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണ്ടേ? എന്തുകൊണ്ട് ഇവരിത് ചെയ്യുന്നില്ല? മാത്രമല്ല, വന്യജീവികളെ ട്രാക്ക് ചെയ്യാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് വന്യമൃഗ അക്രമം കൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയായി മലയോര ജനത മാറുകയാണ്. ഇന്ന് ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നത്, ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. എങ്ങനെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും? അതിനെപ്പറ്റി കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇവിടെ സീറോ ബഫർ സോൺ ആയിരുന്നു നമ്മുടെ ആവശ്യം. കേരള ഗവൺമെന്റ് ആണ്, പിണറായി ഗവൺമെന്റ് ആണ് 0 to 1 എന്ന നിലയിൽ ബഫർ സോൺ തീരുമാനിച്ചത്. അതിന്റെ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തമിഴ്നാട് ഗവൺമെന്റ് വനം എവിടെ വരെയുണ്ടോ അവിടെ വരെയാണ് ബഫർ സോൺ. കർണാടക ഗവൺമെന്റ് വനം എവിടെ വരെയാണോ അവിടെയാണ് ബഫർ സോൺ. കേരള ഗവൺമെന്റിനോട് ആര് പറഞ്ഞു 0 to 1 എന്ന നിലയിൽ ബഫർ സോൺ തീരുമാനിക്കാൻ ആര് പറഞ്ഞു? ഞങ്ങൾ അസംബ്ലിയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് അത് തിരുത്തി കേന്ദ്ര ഗവൺമെന്റ് അയച്ചിരിക്കുന്നത്. കേന്ദ്രം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ മേഖലയിലുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിത പ്രശ്നങ്ങൾ രൂക്ഷമായി മാറുന്നു. മലയോര മേഖലയിലെ കർഷകൻ കൃഷി ചെയ്യാനുള്ള അവസരമില്ല, അവന് ജീവിക്കാനുള്ള അവസരമില്ല. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ കുടിയേറിയവരാണ് ഇതിൽ ഭൂരിപക്ഷം. അന്ന് പ്രകൃതിയോട് മല്ലടിച്ച് കാട്ടുമൃഗങ്ങളെ നേരിട്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മലയോര മേഖലകളിൽ ജീവിതം കണ്ടെത്തിയ പാവപ്പെട്ട കൃഷിക്കാരെ, മലയോര കർഷകരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ലേ? ഈ മണ്ണിൽ കനകം വിളയിക്കുന്ന മലയോര കർഷകന്റെ ജീവിതം ആനയും പുലിയും കടുവയും കൊണ്ടുപോകുന്ന അവസ്ഥ കേരളത്തിൽ ഭീതിജനകമായി തുടരുകയാണ്. ആ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം. കേരളത്തിന്റെ തനതായ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന, കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പാവപ്പെട്ട കർഷകന്റെ ജീവിതത്തെ ഉയരുന്ന ഈ വെല്ലുവിളിയെ നേരിടാൻ എന്തുകൊണ്ട് ഗവൺമെന്റുകൾ ശ്രമിക്കുന്നില്ല? കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല? 1971 വന നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ വന നിയമത്തിൽ മാറ്റം വരുത്തണം. വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ന് വനഭൂമി വളരെയേറെയാണ്, കൂടുതലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വനഭൂമി കൂടുതൽ തന്നെയാണ്. ഇനിയും കൂടുതൽ വനങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ നമ്മൾ വനസംരക്ഷണം നമ്മളെല്ലാവരും റിലീജിയസ് ആയി ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ വനസംരക്ഷണത്തിന് പ്രത്യേകത നൽകിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ജാഥ കേന്ദ്രത്തിന്റെ കണ്ണു തുറപ്പിക്കാനാണ്, കേരളത്തിന്റെ കണ്ണു തുറപ്പിക്കാനാണ്. പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഹിംസ്ര ജീവികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈയിടെ ആന പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആന ഇത്ര അകലത്തിൽ നിൽക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. സുപ്രീം കോടതി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ വേണ്ടി വന്നാൽ
നിയമപരമായ പരിരക്ഷ കൂടി ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കേണ്ടി വരും. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ മലയോര മേഖലയിലൂടെ നടത്തുന്ന ഈ ജാഥ. ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ ജാഥയുടെ ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. UDFിന്റെ സംസ്ഥാന കൺവീനർ ബഹുമാനപ്പെട്ട MM ഹസൻ സാർ നിങ്ങളെ അഭിസംബോധന ചെയ്യും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഇബ്രാഹിം മുണ്ടേരി, മലയോര സമരയാത്രയുടെ നായകൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗമായ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ കല്ലായി, UDFിന്റെ ഘടകകക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് രാജൻ ബാബു, ശ്രീ രാജേന്ദ്രൻ, മറ്റ് UDFിന്റെ ജില്ലാ ചെയർമാൻ PT മാത്യു, കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ഇളേരി, മറ്റ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകരെ, UDF നടത്തുന്ന ഈ മലയോര സമരയാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇന്നിവിടെ സംസാരിച്ച എല്ലാ ഘടകകക്ഷി നേതാക്കളും വളരെ വിശദമായി ഞങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഈ ജാഥ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് വിശദമായി പറയും എന്നുള്ളത് കൊണ്ട് ദീർഘമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മുടെ മലയോരത്ത് വന്യജീവികളുടെ ആക്രമണം മൂലം മലയോര ജനതയും കർഷകരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. ഇവിടെ മലയോര പ്രദേശങ്ങളിൽ വന്യജീവി സംഘർഷം നടക്കുന്നു എന്നൊക്കെ പത്രങ്ങൾ എഴുതുന്നു. അവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സംഘർഷമില്ല. മലയോരത്തെ കൃഷിക്കാരെയും ജനങ്ങളെയും വന്യജീവികൾ ആക്രമിക്കുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്യജീവികളുടെ ആക്രമണം കൊണ്ട് കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം കൂടി. ഏതാണ്ട് 1000-ഓളം ആളുകൾ 2016 ശേഷം നാളിതുവരെ ഈ വനപ്രദേശത്ത് വന്യജീവികളുടെ ആക്രമണം കൊണ്ട് കൊല ചെയ്യപ്പെട്ടു. ഇത് തടയാനും ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനും ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരവില്ല. ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗുരുതരമായ വന്യമൃഗ ആക്രമണത്തിന്റെ ഇടയിൽ ഈ കേരള സർക്കാർ ഒരു വന നിയമ ഭേദഗതി കൊണ്ടുവന്നു. അതിവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ജനങ്ങൾ, മലയോര ജനത, കർഷകർ വന്യജീവി ആക്രമണം കൊണ്ട് അവരുടെ കൃഷി നശിക്കുന്നു, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, അവർക്ക് സ്വൈരമായി ഉറങ്ങാൻ വയ്യ, അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ല. ആ ഘട്ടത്തിൽ ഇതുപോലെ കണ്ണിൽ ചോരയില്ലാത്ത ഒരു സർക്കാരിനല്ലാതെ വനങ്ങളിൽ അനധികൃതമായി കടന്നു കയറുന്നവരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുക. കേരളത്തിൽ ഒരു നിയമസഭയും ഒരു നിയമനിർമ്മാണ സഭയും കൊണ്ടുവരാത്ത ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്നു. UDF കേരളത്തിലെ എല്ലാ കർഷക സംഘടനകളും സമരരംഗത്തേക്ക് വന്നു. UDF സമരം പ്രഖ്യാപിച്ചു. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഞങ്ങളിതാ മലയോര സമര യാത്ര നടന്നു. പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ജനകീയ ആവശ്യത്തിന്റെ മുമ്പിൽ UDFന്റെ സമരത്തിന് മുമ്പിൽ മുട്ടുകുത്തി. അക്ഷരാർത്ഥത്തിൽ അതാണ്
ആ നിയമം പിൻവലിച്ച് ഒളിച്ചോടിപ്പോയി. 2019 മുതൽ ഇവിടെ കടന്ന് കറങ്ങുന്ന നിയമമാണ്. എത്ര വർഷമായി? ഇതുവരെ അതിലെ ജനവിരുദ്ധ നിയമങ്ങൾ മനസ്സിലായില്ല. ആ പത്രസമ്മേളനം നിങ്ങൾ മുഖ്യമന്ത്രി നടത്തിയത് മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് TV-യിൽ കണ്ടു കാണുക. മുഖ്യമന്ത്രി പറയുകയാണ്, ജനങ്ങൾക്ക് വേണ്ടാത്ത നിയമം ഞങ്ങൾ പിൻവലിക്കുന്നു, പക്ഷേ വന്യ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മലയോര ജനതയെ രക്ഷിക്കാൻ കഴിയാത്തത് കേന്ദ്ര നിയമത്തിൽ ചില അവ്യക്തത ഉള്ളതുകൊണ്ടാണ്. വളരെ പരിഹാസ രൂപത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, കടുവ, ആന, പുലി ഇതൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ 72-ലെ കേന്ദ്ര നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 6 അംഗങ്ങളുടെ ഒരു സമിതി ഉണ്ടാക്കാം. ആ സമിതി ആലോചിച്ച് വെടിവെച്ച് ചീഫ് വൈൽഡ് വാർഡന്, ലൈഫ് വാർഡന് ഈ നിയമമനുസരിച്ച് ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ആ വ്യവസ്ഥ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ മുഖ്യമന്ത്രിയുടെ ചോദ്യം, 6 അംഗ സമിതി ഉണ്ടാക്കി ആലോചിച്ച് നിൽക്കുമ്പോൾ ആനയും കടുവയും പുലിയുമെല്ലാം അതുവരെ അവിടെ നിന്ന് തരുമോ എന്ന് ചോദിച്ച് അദ്ദേഹം ഊറിച്ചിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായല്ലോ, മാനന്തവാടി. അവിടെ വന്ന അവിടുത്തെ വനം വകുപ്പിലെ ഒരു താൽക്കാലിക വാച്ചറുടെ ഭാര്യ കാപ്പി പിറക്കാൻ പോയ ആ സ്ത്രീയാണ്, ആദിവാസി സ്ത്രീയാണ് കടുവ കടിച്ചു കൊന്നത്. ആ ചിത്രം ആരെയും കാണിച്ചില്ല, കാരണം തല കടിച്ച കടുവ ആ മൃതശരീരം മുമ്പോട്ട് കൊണ്ടുപോയി. അതിനെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടല്ലോ. ആരാ ഉത്തരവിട്ടത്? കേരളത്തിന്റെ വനം വകുപ്പല്ലേ. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് 6 അംഗ സമിതി കൂടിയോ, ചർച്ച ചെയ്തോ, കടുവായും പുലിയും പോകുന്നത് വരെ തീരുമാനമെടുക്കാതെ കാത്തിരുന്നോ? എന്തേ മുഖ്യമന്ത്രി ഊറിച്ചിരിച്ചില്ല? കാരണം വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ള നിയമം നടപ്പിലാക്കാൻ ഇതുവരെ തയ്യാറാകാതിരുന്നത് ഈ ഗവൺമെന്റിന്റെ അങ്ങേയറ്റത്തെ, എന്നാൽ അക്ഷന്തവ്യമായ ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയാണ്. അതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇവിടെ CP ജോൺ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സമരമല്ല. മലയോര പ്രദേശങ്ങളിൽ, നമ്മുടെ വനപ്രദേശങ്ങളിൽ 30 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നു. കേരളത്തിലെ 3 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാതെ ഓരോ ദിവസവും നാട്ടിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും പെരുകി വരുമ്പോൾ ഇവിടത്തെ പോലീസും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും അതിന്റെ നേരെയെല്ലാം കൈകെട്ടി നിൽക്കുമ്പോൾ ഈ ജനസംഖ്യയുടെ 10-1 ആളുകൾ ജീവിക്കുന്ന വനപ്രദേശത്തെ 30 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ, അവർക്ക് ഭരണഘടന നൽകുന്ന ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ ഞങ്ങൾ UDF നാളെ അധികാരത്തിൽ വരും. ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. വന്നാൽ ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ, മലയോര കർഷകരെ രക്ഷിക്കാൻ, ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ നടപടി സ്വീകരിക്കും എന്ന ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ സമരവുമായി മുമ്പോട്ട് പോകുന്നത്. വെടിവയ്ക്കാനുള്ള വന നിയമത്തിലെ വകുപ്പിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭേദഗതി ആവശ്യമാണെങ്കിൽ അത് ഭേദഗതി ആവശ്യം. നമ്മുടെ വനപാലകർക്ക് വെടിവയ്ക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാർ കൈമാറാനുള്ള ഭേദഗതി അംഗീകരിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കും. എല്ലാ തരത്തിലും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ഈ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒപ്പമുണ്ട്. വനമേഖലയിൽ ജീവിക്കുന്നവർ മാത്രമല്ല, നിങ്ങളെല്ലാവരും UDFന്റെ ഈ പോരാട്ടത്തിൽ വിജയം കാണുന്നത് വരെ ഈ പോരാട്ടത്തിൽ നിങ്ങളെല്ലാം UDFനോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും UDFന്റെ അഭിവാദനം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഈ ജാഥാ നായകൻ കേരളത്തിലെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഉറക്കം കെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവറുകൾ ആദരപൂർവ്വം ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ഇബ്രാഹിം മുണ്ടേരി, ഏറ്റവും ബഹുമാന്യനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ MM ഹസൻ, ഈ നാടിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ സണ്ണി ജോസഫ്, ശ്രീ അബ്ദുറഹ്മാൻ കല്ലായി, ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീ PT മാത്യു, ശ്രീ സജീവ് ജോസഫ്, CVA നാരായണൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയും അതിനു മുൻപ് സംസാരിച്ച നേതാക്കളും എന്തുകൊണ്ടാണ് ഈ സമയത്ത് UDF ഒരു മലയോര സമരയാത്രയുമായി ഇറങ്ങിപ്പുറപ്പെടാൻ കാരണം എന്നിവിടെ വിശദീകരിച്ചു. സാധാരണ മുന്നണികൾ നടത്തുന്നത് പൊളിറ്റിക്കൽ ജാഥയാണ്, രാഷ്ട്രീയ ജാഥകളാണ്. ഈ രാഷ്ട്രീയ ജാഥയ്ക്കപ്പുറം കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ വനാതിർത്തികളിൽ താമസിക്കുന്ന പാവപ്പെട്ട കർഷകരുടെയും മലയോരത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും അവർ ദൈനംദിനം അനുഭവിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ജാഥയാണ് മലയോര സമരയാത്ര. അവരുടെ സങ്കടങ്ങളോട്, അവരുടെ ദുരിതങ്ങളോട്, ആ പ്രയാസത്തിൽ ജീവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, അവരുടെ ദുഃഖങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും കേരളത്തിന്റെ മുൻഗണനയിലെത്തിക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റുകളെ ജാഗ്രത ഉള്ളവരാക്കി മാറ്റി ഈ പ്രശ്നത്തിന് പരിഹാരം, ശാശ്വതമായ പരിഹാരം കാണാനുള്ള നിരന്തരമായ സമര പരിപാടികളുടെ ഒരു തുടക്കം കൂടിയാണ് ഈ മലയോര സമരയാത്ര. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുന്നു, ഇരു സർക്കാരുകളിൽ നമ്മൾ നല്ല സമ്മർദ്ദം ചെലുത്തും, പരിഹാരങ്ങൾ ഉണ്ടാക്കാം. ആ പരിഹാരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളോടുള്ള വാക്കാണ്, ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അതെല്ലാം നടപ്പിൽ വരുത്തും. ഒരു സംശയവും വേണ്ട. ഇവിടെ വെറുതെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല നമ്മൾ പോകുന്നത്, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം, ഇവിടെ വിശദീകരിച്ചു, ജീവിക്കാൻ നിവൃത്തിയില്ല, കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല, ഭീതിയാ, പുറത്തിറങ്ങാൻ പേടിയാണ്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പേടിയാണ്, കരിയിൽ അനങ്ങിയാൽ പേടിയാണ്. ഈ ഭയത്തിലാണ് മലയോര ജനത ജീവിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സിസ്റ്റർ എനിക്കൊരു നിവേദനം തന്നു. അവരുടെ മഠം ആറളം വന്യജീവി സങ്കേതത്തിന്റെ 15 കിലോമീറ്റർ ഇപ്പുറം ചെടിക്കുളത്താണ്. പക്ഷേ അവരുടെ മഠത്തിൽ മുഴുവൻ വന്യമൃഗങ്ങൾ, പന്നിയും കുരങ്ങുമാണ്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒരു നിവേദനം എനിക്ക് തന്നു, ഇവിടെ കടുവറങ്ങിയെന്നാണ് പറഞ്ഞത് ഈ പഞ്ചായത്ത്. അപ്പൊ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്? എന്ത് ഭയന്നാണ് ജീവിക്കുന്നത്? വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവുമോ? കൃഷി മുഴുവൻ പോയി. ഇപ്പൊ ഈ മലയോരത്ത് കിഴങ്ങ് കൃഷിയില്ല. പണ്ട് ഏറ്റവും പ്രധാനം കപ്പ, ചേന, ചേമ്പ്, അല്ലെ, അതൊന്നുമില്ല, എല്ലാം പന്നി മറിച്ചു. വാഴ ആന നശിപ്പിച്ചു. തെങ്ങില് കുരങ്ങൻ കയറി നാളികേരിട്ടുകൊണ്ട് പോവാൻ. പിന്നെ വന്നാൽ ഏത് മൃഗങ്ങൾ വന്നാലും അതെല്ലാം നശിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതിന് പരിഹാരം വേണം. ഒന്ന് പരമ്പരാഗതമായ മാർഗങ്ങൾ. ഇവിടെ എനിക്കറിയാം, സണ്ണി വക്കീലൊക്കെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് എത്ര വീറോടുകൂടിയാണ് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അങ്ങനെയാണ് ആറളത്ത് വലിയ മതിൽ കെട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്. അപ്പൊ മതിൽ കെട്ടും, പിന്നെ കിടങ്ങുകൾ കുഴിക്കും, പിന്നെ സൗരോർജ വേലി ഉണ്ടാക്കും, റെയിൽ ഗാർഡ് കൊണ്ട് ഗാർഡുണ്ടാക്കും, പല രീതിയിലുള്ള പരമ്പരാഗതമായ രീതി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ ഒരു കണക്ക് കാണിച്ചു. കഴിഞ്ഞ 4 കൊല്ലമായി 5 പൈസ ഇതിനു വേണ്ടി മുടക്കിയിട്ടില്ല ഒരു സ്ഥലത്ത് ഈ പണിയത്. 4 കൊല്ലമായി ഒരിടത്തും. അതിന്റെ അർത്ഥം എന്താ? ഈ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിടുക. എന്ത് സംഭവിക്കട്ടെ, വിധിയാണ് എന്ന് കരുതി സമാധാനിക്കുക. അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഈ നമ്മുടെ ഡിമാൻഡ് ഈ പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൂടുതൽ പണം അനുവദിക്കുകയും
ആ കാര്യങ്ങൾ ഏറ്റവും പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ചെയ്യുകയും വേണം. 2, ഇതിന് ആധുനികമായ സങ്കേതങ്ങളുണ്ട്. കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ്, ഹിമാചൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പല സ്ഥലത്തും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഈ മൃഗങ്ങൾ കൂട്ടത്തോടെയോ ഒറ്റയ്ക്കോ വരുമ്പോൾ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതറിഞ്ഞാൽ അവരെ തിരിച്ചോടിക്കാൻ ഉള്ള യന്ത്ര സംവിധാനങ്ങളുണ്ട്. ശബ്ദമുണ്ടാക്കി ഓടിക്കാം, പല രീതിയിൽ ഓടിക്കാം. അവരറിഞ്ഞാൽ അവർ വരാൻ പോകുമ്പോൾ അതിനു മുമ്പുള്ള മുന്നറിയിപ്പുകൾ നൽകാം. ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ സങ്കേതങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗത്തുമുണ്ട്. ദൈവം സഹായിച്ച് നമ്മുടെ വനം വന്യജീവി വകുപ്പ് ഇങ്ങനെ എന്തെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചെയ്യുന്നില്ല എന്നത് ഗൗരവമായ ഒരു കാര്യമാണ്. ഇപ്പോ വയനാടും ഇവിടെയൊക്കെ കടുവകളുണ്ട്. ഞാൻ പറഞ്ഞു 20 ചതുരശ്ര കിലോമീറ്റർ വേണം ഒരു കടുവ. അവന്റെ ഹാബിറ്റാറ്റ് അതാണ്. വേറെ ആണുങ്ങളെ കയറ്റില്ല. അതിന്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കും മരത്തിൽ, ഒരാൾ കയറാൻ പാടില്ല. അപ്പോ വയനാട് 152 കടുവയുണ്ട്. 3000-ലധികം ചതുരശ്ര കിലോമീറ്റർ വന വിസ്തൃതി വേണം. അവിടെ എത്രയുള്ളത്? അവിടെ 354 ഉള്ളൂ ആകെ വിസ്തൃതി. അതായത് 10-1 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ചെറുപ്പക്കാരായ കടുവകൾ വന്ന് ഒറ്റയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കണവനെ ഓടിക്കും. പ്രായമുള്ളവരെ നമ്മളിപ്പോ പ്രായമുള്ളവരെ കൊണ്ട് നടക്കിരുത്തൊക്കെ ചെയ്യുമല്ലോ, അത് അതിന്റെ വേറൊരു രൂപമാണ്. അടിച്ചോടിക്കും. അവരെ ഇരപിടിക്കാൻ കഴിയാതെ വരുമ്പോ പുറത്തേക്ക് ഇറങ്ങി കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ, അല്ലെ, കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ, ഇതിനെല്ലാം പിടിച്ചോണ്ട് പോകും. നായെ പിടിച്ചോണ്ട് പോകും. കിട്ടാതാവുമ്പോ മനുഷ്യനെ പിടിക്കും, നരഭോജികളാവും. അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റിന് ഇവിടെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ച് ആവശ്യത്തിൽ കൂടുതൽ കടുവകളുടെ എണ്ണം ഇവിടെയുണ്ട്, കുറെ കൂട്ടിലാക്കി കടുവകൾ കുറവുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ടൈഗർ റിസർവിലേക്ക് എന്തുകൊണ്ട് മാറ്റാൻ ഒരാലോചന നടത്തുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, കേരളത്തിലെ മുഴുവൻ UDF MPമാരും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം പാർലമെന്റിൽ നടത്തും. വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തി ഈ കള്ളിംഗ് ആണ് ലോകത്തെ എല്ലായിടത്തും എണ്ണം കൂടിയ എണ്ണം കുറയ്ക്കാനുള്ള സംവിധാനമാണ്. 71-ലെ വന്യജീവി നിയമം ഉണ്ടാക്കിയ കാലത്തെ സ്ഥിതിയല്ല ഇപ്പോ. 54 കൊല്ലമായി വന്യജീവി നിയമം ഉണ്ടാക്കിയിട്ട്. ഇന്ത്യയിൽ എത്രയോ നിയമങ്ങൾ നമ്മൾ ഭേദഗതി കൊണ്ടുവന്ന് കാലാനുസൃതമാക്കി മാറ്റി. എന്തുകൊണ്ട് വന്യജീവി നിയമം മാത്രം മാറ്റാൻ പാടില്ല? അപ്പോ വിദേശ രാജ്യങ്ങളിൽ വന്യജീവികളെ നിയന്ത്രിക്കാൻ എടുക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകണം, നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. അപ്പോ ഇതില്ലെങ്കിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കടുവയുടെ എണ്ണം കൂടുമ്പോൾ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. അതിനിപ്പോ ഒരു കടുവയ്ക്ക് ഒരു 55 മാൻ വേണം ഒരു വർഷത്തിൽ. അത്രയും ഈ 152 കടുവകൾക്കുള്ള ഈ മാൻ ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. അപ്പൊ അവർക്ക് ആഹാരമില്ല, ആനയ്ക്ക് ആഹാരമില്ല. പിന്നെ വനസംരക്ഷണം നമുക്കറിയാല്ല, ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഇല്ലാത്ത ആളെയാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ നമുക്ക് 29.1% വനമുണ്ട്. നമ്മുടെ ഭൂവിസ്തൃതിയുടെ 29.1%. ദേശീയ ആവറേജിനേക്കാൾ കൂടുതലാണ് കേരളത്തിന്റെ വനം. അതുകൊണ്ട് ഇനി വനവിസ്തൃതി വർദ്ധിപ്പിക്കണ്ട, എന്റെ ആവശ്യമില്ല കേരളത്തിൽ. ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലം ഏതാ? കേരളം. ജനസാന്ദ്രത ഉള്ള സ്ഥലം കേരളം അല്ലേ? ഇപ്പോ ജനസാന്ദ്രതയുള്ള പ്രദേശം റിസർവ് ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്യാം. ഈ കേരള ഗവൺമെന്റ് ആരോട് ചോദിച്ചിട്ടാ? എങ്ങനെയാണ് ജനവാസ കേന്ദ്രങ്ങൾ റിസർവ് വനമായി മാറുന്നത്? സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇടുക്കിയിൽ ഏലത്തോട്ടങ്ങൾ ഇപ്പോ റിസർവ് ഫോറസ്റ്റായി. കോടതിയുടെ ഇത് വന്നു. സർക്കാർ കൃത്യമായ നിലപാട് കോടതിയുടെ. ഏലത്തോട്ടത്തിൽ ആളുകൾ ജീവിക്കുകയല്ലേ?
ഏലത്തോട്ടം എന്ന് വെച്ചാൽ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായി, ഭൂമി റവന്യൂ ഭൂമി ഏലത്തോട്ടത്തിന്റെ, മരങ്ങൾ വനം വകുപ്പിന്റെ, ഒക്കെ ഒരു കുഴപ്പമില്ല, മനുഷ്യർ ജീവിക്കാം. ഇപ്പൊ ഏലത്തോട്ടം റിസർവ് ഫോറസ്റ്റ് ആയാലോ മനുഷ്യരെങ്ങോട്ട് പോകും? കാട്ടിലേക്ക് പോകും. അവിടെ ജീവിക്കുന്ന മനുഷ്യർ കാട്ടിലേക്ക് പോകും. പിന്നെ എന്തിനാ ബഫർ സോൺ? 29.1% വനവിസ്തൃതിയുള്ള കേരളത്തിൽ ബഫർ സോണിന്റെ ആവശ്യമില്ല. ബഫർ സോൺ എന്ന് പറയുമ്പോൾ കട്ടപ്പന ടൗൺ ബഫർ സോണിലാവും. ബഫർ സോൺ വന്നാൽ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ജനസാന്ദ്രതയുള്ള മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം. ബഫർ സോണിന്റെ സ്റ്റാറ്റസ് എന്താ? റിസർവ് വനമാണ് ബഫർ സോണും. ഒരു ആക്ടിവിറ്റി അവിടെ പറ്റില്ല. അപ്പൊ ജനങ്ങളെ പ്രയാസപ്പെടുത്തുകയും മലയോരത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന ഈ രീതിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോ വനം വന്യജീവി സംഘർഷത്തിന് പരിഹാരമുണ്ടാക്കണം. ബഫർ സോൺ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണം. നിങ്ങൾക്കറിയാം, കാർഷിക മേഖല മുഴുവൻ തകർന്നു അല്ലേ? എല്ലാത്തിന്റെയും വിലയിടിവ, കീടനാശിനിക്ക് വില കൂടി, വളത്തിന് വില കൂടി, കർഷകന് ജീവിക്കാൻ നിവൃത്തിയില്ല. ഒരു 70% കർഷകരും ഇന്ന് ജീവിക്കുന്നത് പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. അതിന് പോലും ഒരു പുല്ല് പറിക്കാൻ പോകാൻ നിവൃത്തിയില്ല, പുറത്തു പോകാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ നടന്നത് 60,000 വന്യജീവി ആക്രമണങ്ങളാണ്. ഗവർണറെ കൊണ്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്നാണ്. ഞങ്ങളെ കണക്ക് കാണിച്ചു അസംബ്ലിയിൽ. 60,000 വന്യജീവി ആക്രമണം, 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. ഈ ആറളം ഫാമിൽ തന്നെ ആന ചവിട്ടിക്കൊന്നവരുടെ എണ്ണം 17 അല്ലെ? ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവര് എത്ര പേരുണ്ട്? ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല അവർക്ക്. ഒരു തരത്തിലുള്ള ധനസഹായമില്ല. ഇപ്പോൾ എന്നെ കാണാൻ വന്ന് ബുദ്ധിമുട്ടി ഇവിടെ കയറിയവർ ആനയുടെ ആക്രമണത്തിൽ നടുവിന് പരിക്ക് പറ്റിയവരാണ്. കുടുംബ അനാഥമായി, കുടുംബത്തിലെ ഏണിംഗ് മെമ്പറായിരുന്നു അവർ. ആ കുടുംബത്തിൽ പ്രയാസമായി, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയായി. കോമ്പൻസേഷൻ, തുച്ഛമായ നഷ്ടപരിഹാരം, അത് തന്നെ 4000-ഓളം പേർക്ക് കൊടുക്കാറുണ്ട്. കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് 4000-ഓളം പേർക്ക്. ആരാ ഇതെല്ലാം ചെയ്യുന്നത്? ഗവൺമെന്റാ. ഗവൺമെന്റിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ? മന്ത്രി ചോദിക്കുന്നത്, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണ് ആന കാട്ടിൽ നിന്നിറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിമാരുള്ള ഈ നാട്ടിൽ ഉത്തരവാദിത്തമില്ലാതെ നിസ്സംഗതയോടുകൂടി ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഈ പോക്ക് നടക്കില്ല കേരളത്തിൽ എന്ന് പറയാനാണ് ഈ മലയോര സമരയാത്രയുമായി UDF ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കും. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ, ഇരു സർക്കാരുകളിലും സമ്മർദ്ദം ചെലുത്തി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതുവരെ ഈ പോരാട്ടവുമായി ഐക്യ ജനാധിപത്യ മുന്നണി മലയോര ജനതയോടൊപ്പമുണ്ടാകും എന്ന വാക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കാം. നമ്മുടെ പ്രിയങ്കരനായ MLA സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നന്ദി പറയുന്നതിന് വേണ്ടി തോമസ് തയ്യലിനെ ക്ഷണിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ജയ് ഹിന്ദ്.